എന്തായാലും ഇന്ന് നല്ലൊരു ശുഭദിനാണ്. എല്ലാ ലീഡേഴ്സിനും ഞാൻ ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. നമുക്ക് എന്തായാലും ഓരോ ദിവസവും നമുക്ക് ഓരോരോ മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിന്റെ ഒരു അനുഗ്രഹം നമുക്ക് ഓരോരുത്തർക്കും ആവശ്യമാണ്. നമുക്ക് ആ യൂണിവേഴ്സിനോട് ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിക്കാം. ഓക്കെ, താങ്ക് യു ലീഡേഴ്സ്. ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. നല്ലൊരു എന്താ പറയാ, നല്ലൊരു കാലാവസ്ഥയാണ് അല്ലെ. ഇന്നലെ രാവിലെ തൊട്ട് നമുക്ക് എല്ലായിടത്തും തന്നെ പൊതുവെ മഴയും കാറ്റും ഒക്കെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിൽ നിന്നെല്ലാം നമുക്ക് കയറുന്ന എല്ലാവരും, നമ്മള് ക്ലബിൽ കയറുന്ന എല്ലാവർക്കും അതൊന്നും ഒരു പ്രശ്നമല്ല. എല്ലാവരും കൃത്യമായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അതാണ് നമ്മുടെ ഒരു പവർ എന്ന് പറയുന്നത് തന്നെ. അപ്പൊ എന്തായാലും അതിലൊരു മടിയൊന്നും കൂടാതെ എല്ലാവരും ഇന്ന് എണീറ്റ് കൃത്യമായിട്ട് എല്ലാ കാണുന്ന മുഖങ്ങളും ഇന്ന് കാണുന്നുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇന്നത്തെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തന്നെ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നും ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നതെന്നും നമുക്ക് ഓരോരുത്തർക്കും കൃത്യമായിട്ട് അറിയാം. അപ്പോ ആ മേഖലയെ കുറിച്ച് കൂടുതൽ നമുക്ക് അതിന്റെ സ്കോപ്പ് എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ കമ്പനിയുടെ സ്കോപ്പ് എന്താണ് അതാണ് ഇന്നത്തെ വിഷയം തന്നെ വരുന്നത്. അതിനെക്കുറിച്ച് ഏറ്റവും ആപ്റ്റായിട്ട് സംസാരിക്കാൻ പറ്റുന്ന ലീഡർ തന്നെയാണ് ഞാൻ. പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല എങ്കിലും നമ്മുടെ ഗ്രേറ്റ് ലീഡർ, നമ്മുടെ മോട്ടിവേറ്റർ, അല്ലെങ്കിൽ നമുക്ക് ഇതിലൂടെ എങ്ങനെ നമുക്ക് വിജയിക്കാം എന്നൊക്കെ തെളിയിച്ച് ലൈവായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനായിട്ട് നമ്മൾ ശ്രദ്ധയോട് കൂടിയിട്ടിരിക്കുക. അതുകൊണ്ട് തന്നെ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നവര് അതിന്റെ ഒരു ഡീസൻസി അല്ലെങ്കിൽ അതൊക്കെ കീപ്പ് ചെയ്തിട്ടിരിക്കുക. കിടന്ന് ഷട്ടിടാതെ ഇങ്ങനെയൊക്കെ ഇരിക്കാതെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് തന്നെ ഇരിക്കാൻ ശ്രമിക്കുക. കാരണം നമ്മളെല്ലാവരും ബയോട്ടോറിയം എന്നൊരു മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ചെയ്യുന്ന ലീഡേഴ്സ് ആണ് എല്ലാവരും. അപ്പോ അതിൻ്റെതായിട്ടുള്ള ഒരു റെസ്പെക്റ്റും എല്ലാം നമ്മൾ കീപ്പ് ചെയ്യേണ്ടതുണ്ട്. വീഡിയോ ഓണാക്കാൻ സാധിക്കുന്നവരെല്ലാവരും വീഡിയോ ഓണാക്കി തന്നെ ഇരിക്കുക. ഡിസ്റ്റർബൻസ് ഒന്നും ഉണ്ടാവാതെ. മൈക്കൊക്കെ എല്ലാവരുടെയും മ്യൂട്ടാണ്, അത് അൺമ്യൂട്ടാക്കി ഡിസ്റ്റർബൻസ് ആകാതെ ഇരിക്കാൻ ശ്രമിക്കുക. അത് മറ്റുള്ളവർക്ക് കൂടി, കാരണം ഇന്നത്തെ ടോപ്പിക്കും ഇന്നത്തെ ലീഡറും അത്രയും നമുക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം എടുത്ത് പറയുന്നത്. മറ്റുള്ളവർക്കൊരു ഡിസ്റ്റർബൻസ് ആകാതെ നമ്മൾ ഇരിക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. വെറുതെ ആ ഫോണില് ടച്ച് ചെയ്യാതെ ഇരുന്നാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ആ മൈക്കിന്റെ ബട്ടണിലൊന്നും നമ്മൾ അറിയാതെ പോലും കൈ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല എന്ന് ഒരിക്കൽ കൂടി പറയാണ്. എന്തായാലും നമ്മുടെ ഇന്നത്തെ ലീഡർ എന്ന് പറയുന്നത് തൃപ്പൂണിത്തറയിൽ നിന്നും നമ്മുടെ മനോജ് സാറാണ്. മനോജ് സാറ് അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ കൺമുന്നിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. കാരണം എപ്പോഴും നമ്മൾ മീറ്റ് ചെയ്യുന്ന ആളാണ്. സാർ എപ്പോഴും കാണുമ്പോഴൊക്കെ നമുക്ക് ഇതിനെക്കുറിച്ച് ഓരോരോ അഭിപ്രായങ്ങളും ഓരോരോ കാര്യങ്ങളും പറഞ്ഞു തരുന്ന ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തെ ഞാൻ എല്ലാവരുടെയും അനുഭവത്തോടെ വളരെ റെസ്പെക്റ്റോട് കൂടി ഹാർദവമായി സ്വാഗതം ചെയ്യാണ്. പ്ലീസ് വെൽക്കം മനോജ് സാർ. ഓക്കെ, താങ്ക് യു. കേൾക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് മറ്റുള്ള കമ്പനികളെല്ലാം നല്ലതാണ്, അതിനേക്കാൾ ഒരു പടി മുൻപിൽ നിൽക്കുകയാണ് നമ്മുടെ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. അതുകൊണ്ടാണ് നമ്മൾ ബയോട്ടോറിയം സെലക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാണ്ട് ഇതിന്റെ ഇൻകം പ്ലാൻ കണ്ടിട്ടല്ല. എല്ലാവർക്കും അറിയാം ഞാൻ പറഞ്ഞ പോലെ. ആ റിസൾട്ടാണ് നമ്മളെ ആവേശത്തോടു കൂടി മുന്നോട്ട് നയിക്കുന്നത്. നമുക്ക് കിട്ടിയ റിസൾട്ടുകൾ നമ്മൾ ആളുകളിലേക്ക് എത്തിക്കാനും അതിനുവേണ്ടി ദിവസം ഞാൻ എപ്പോഴും പറയും പോലെ ഒരു 5 പേരെയെങ്കിലും കണ്ടേ വീട്ടിലേക്ക് മടങ്ങും എന്നുള്ളൊരു വാശിയോട് കൂടിയിട്ട് ഇതൊരു ഫുൾ ടൈം ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കാനും തയ്യാറാകുമ്പോൾ നമുക്ക് സമൂഹത്തിൽ നല്ലൊരു സന്ദേശം എത്തിക്കാനും ഒരു ആരോഗ്യമുള്ള ഒരു കേരളത്തെ സൃഷ്ടിക്കാനും ആരോഗ്യമുള്ള ഒരു ജനതയാണ് നമ്മളെപ്പോഴും പറയും പോലെ നമ്മുടെ രാഷ്ട്രത്തിന്റെ മുതൽക്കൂട്ട് എന്ന് പറയുന്നത്. ഒരു ആരോഗ്യമുള്ള ജനത നമുക്ക് ഇവിടെ സൃഷ്ടിക്കാൻ സാധിക്കുമ്പോൾ നമ്മുടെ കമ്പനിയുടെ മുദ്രാവാക്യം തന്നെ എന്താണ്? ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ, ഹാപ്പി ഇന്ത്യ. ആ മുദ്രാവാക്യത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ബയോട്ടോറിയത്തിന്റെ പ്രത്യേകത. എത്ര മനോഹരമായ ക്യാപ്ഷൻസ് ആണ് നമ്മുടെ സാഗർ സാറ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആലോചിക്കണം. ആരോഗ്യം കിട്ടുന്നതോടൊപ്പം സമ്പത്തും കൊടുക്കുന്ന കമ്പനിയാണ് നമ്മുടെ ബയോട്ടോറിയം എന്ന് പറയുന്നത്. നമ്മൾ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ ചിന്തിക്കുമ്പോൾ നമ്മളിപ്പോ ഹോസ്പിറ്റലിനെ കുറിച്ചാണ് ചിന്തിക്കുക അല്ലെ. ആരോഗ്യത്തിന് ഹോസ്പിറ്റൽ ഉണ്ടല്ലോ, അസുഖം വന്നാൽ ഹോസ്പിറ്റൽ ഉണ്ടല്ലോ എന്നതാണ്. അത് ആരോഗ്യമല്ല ശരിക്കും എന്ന് പറയുന്നത്. അതെന്ന് പറഞ്ഞാൽ നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അവിടത്തേക്ക് പോവാണ് അല്ലെ. ആരോഗ്യമുള്ള ഒരാൾ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? ചിന്തിക്കണം നമ്മൾ. ആരോഗ്യം നശിക്കുമ്പോഴാണ് നമ്മൾ എവിടത്തേക്ക് പോകുന്നത്? ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമുക്കിവിടെ ആരോഗ്യം കിട്ടും. അപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. പരമാവധി പോകേണ്ട ആവശ്യം വന്നാൽ പോകേണ്ടിയും വരും. അത് പോകുമ്പോഴും അതുകൊണ്ട് ഇത് ഉപയോഗിച്ച് തന്നെ മാറുന്ന വിചാരിച്ച് നിൽക്കരുത്. സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. ഹോസ്പിറ്റലിലൊക്കെ പോകണം, ഡോക്ടറെ കാണിക്കണം, അവരുടെ സജഷൻസ് എടുക്കണം, അവർ പറയുന്നതൊക്കെ ചെയ്യണം. അപ്പോ ഇവിടെ ബയോട്ടോറിയത്തിനെ സംബന്ധിച്ചിടത്തോളം
അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ കമ്പനി വിഭാവനം ചെയ്ത് തന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വളരെ വേഗത്തിൽ ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാനും വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് അച്ചീവ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഇപ്പൊ പ്രൊഡക്റ്റിനെ കുറിച്ച് ഞാനിന്ന് കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. അത് പ്രൊഡക്റ്റ് ട്രെയിനിങ്ങും പ്രൊഡക്റ്റ് ക്ലാസ്സുകളും ഒക്കെ വരുന്നുണ്ട്, എല്ലാവർക്കും അറിയാം. അതിനെക്കുറിച്ച് സമയം തികയാത്തതുകൊണ്ടാണ്. ഈ പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കേണ്ട രീതികളെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് ആളുകളെ ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ളതാണ്. പലരും ഇത് ബോധ്യപ്പെടുത്തി കൊടുക്കുകയോ രണ്ടാമത് ഫോളോ അപ്പ് ചെയ്യുകയോ ചെയ്യുന്നില്ല എന്നുള്ളതാണ് പല സ്ഥലത്ത് പോകുമ്പോൾ മനസ്സിലാകുന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോൾ അവർ കേട്ടുപോയി എന്നല്ലാതെ ഈ പ്രൊഡക്റ്റും കൊടുത്തിട്ട് കാശും മേടിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം ഫോളോ അപ്പ് ചെയ്യുന്നില്ല. പിന്നെ ഈ വാങ്ങിച്ച ആളുകളും പലരും പിന്നെയും കോണ്ടാക്റ്റും ചെയ്യുന്നില്ല. അങ്ങനെ കൃത്യമായി പ്രൊഡക്റ്റ് ഉപയോഗിക്കാതെ വരുന്ന ഒരു സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത്. ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നറിയില്ല. റിസ്റ്റ് ബാൻഡ് കൈ കെട്ടുന്നു, അത് കുറച്ചു നേരം കെട്ടി അവിടെ മാറ്റി വെച്ചു, കഴിഞ്ഞു. ഇനി പിന്നെ കെട്ടണമെന്ന് അവർക്കറിയില്ല. വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്ന് അറിയില്ല. അത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണം. നമ്മളൊരു കുപ്പി എടുക്കണം, ചില്ല് കുപ്പിയാണ് ബെസ്റ്റ് എന്നും അതിനെ റാപ്പ് ചെയ്തിട്ട് നമ്മൾ ചുറ്റി വെച്ചിട്ട് അതിലത്തേക്ക് വെള്ളം ഒഴിച്ച് കൃത്യമായിട്ട് കുടിക്കാൻ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ചില ആളുകൾ ഇത് ചുറ്റി കെട്ടി വെച്ച് അതിലത്ത് വെള്ളം ഒഴിച്ചു കുറച്ച് 15 മിനിറ്റ് കഴിയുമ്പോൾ കുടിക്കുമോ എന്നൊക്കെ നമ്മൾ പറയാം. അപ്പൊ 15 മിനിറ്റ് കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്ത് അഴിച്ചങ്ങോട്ട് മാറ്റുകയാണ്. ഇതിന് വെള്ളം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കുക, ആ കുപ്പിയെ ഒഴിച്ചിട്ട് വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക, പിന്നെ അത് കെട്ടണില്ല. മനസ്സിലായ? അങ്ങനെയൊക്കെ ഉണ്ട്. കുറെ ആൾക്കാർ എന്നെ വിളിക്കും, 15 മിനിറ്റ് കെട്ടാനാണ് സാറേ പറഞ്ഞത്. 5 മിനിറ്റ് കെട്ടി ഞങ്ങൾ ഇങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ അതിന് റിസൾട്ട് ഉണ്ടാവില്ല. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇത് റാപ്പ് ചെയ്ത് അവിടെ വെച്ചാൽ അഴിക്കേണ്ട ആവശ്യമേ ഇല്ല. ഇത് കൃത്യമായിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. നമ്മൾ ഒന്നും കൂടെ ഫോളോ അപ്പ് ചെയ്യണം. അവരെ വിളിക്കണം. പറ്റുമെങ്കിൽ അവരെ വീട്ടിലേക്ക് നമ്മൾ സന്ദർശനം നടത്തണം. അവർക്ക് ഒന്നും കൂടെ കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കണം. ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഉപയോഗിക്കുമ്പോൾ എന്താ പറയാ അല്ലെ, ഒരു പോസിറ്റീവ് സിൻഡ്രം എന്ന് പറയാം. അതിനാ പോസിറ്റീവ് സിൻഡ്രം ബോഡിയിൽ ഉണ്ടാവും. ചില ആളുകൾക്ക് പെയിൻ ഉണ്ടാവും ബോഡിയിൽ, ചില ആളുകൾക്ക് പിന്നെ ഓക്കാനം ഛർദി വരുന്നുണ്ട്, ചില ആളുകൾക്ക് ലൂസ് മോഷൻസ് വരുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോ അപ്പൊ തന്നെ ഇത് പേടിച്ചുകൊണ്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടതാണെന്നും പറഞ്ഞിട്ട് അല്ലേ മാറ്റിവെക്കും. ചില ആളുകൾ മാറ്റിവെക്കും. നമ്മളെ വിളിച്ചു പറയില്ല, എന്തെങ്കിലും ആയിക്കോട്ടെ, അയാൾ എന്റെ സുഹൃത്തല്ലേ, കാശ് പോയെങ്കിൽ പോട്ടെ, ഇനിയിപ്പോ അയാളോട് എന്ത് പറയാനാ, വാങ്ങിച്ചിട്ടില്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഇത് മാറ്റി തട്ടത്തേക്ക് മാറ്റി വെച്ച് ഉപയോഗിക്കാത്ത കുറെ ആളുകളുണ്ട്. അവര് ചിലപ്പോ നമ്മളോട് ആ കമ്മിറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോൾ പറയൂല. എന്നാൽ ചില ആളുകൾ വിളിച്ചു പറയും, ഈ സാധനം കൊണ്ട് കൊണ്ടുപോയിക്കോ, ഇത് എനിക്ക് ഭയങ്കര വേദനയാണ്, ഇത് ഇങ്ങനത്തെ ഉടായിപ്പോ എന്റെ അടുത്ത് വേണ്ട, എന്റെ കാശ് രാവിലെ ഇവിടെ എത്തിക്കണം, അങ്ങനെ ഇങ്ങനെ പറയുന്ന ആളുകൾ ഉണ്ട്. 2 കാറ്റഗറി ഉണ്ട് ആളുകൾ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് അവരെ ഫോളോ അപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അവരെ വീട്ടിൽ പിറ്റേ ദിവസമോ 2 ദിവസം കഴിയുമ്പോൾ പോകണം. ഇന്നലെ ഉപയോഗിച്ചിട്ട് എങ്ങനെ ഉണ്ടെന്ന് ചോദിക്കണം. 2-3 ദിവസം കഴിയുമ്പോൾ, ഒരാഴ്ച കഴിയുമ്പോഴെങ്കിലും. അന്നേരം അവർ തുറന്നു പറയും, ഇത് ഉപയോഗിച്ചത് എനിക്ക് ഭയങ്കര വേദനയാണെന്ന് പറയും. അപ്പൊ ഇത് പോസിറ്റീവ് സിൻഡ്രം ആണെന്നും അല്ലെ, ഇത് ഏറ്റവും നല്ലതാണെന്നും ഇത് നിങ്ങളുടെ ബോഡിയിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് വളരെ വേഗത്തിൽ കിട്ടുമെന്നും പറഞ്ഞിട്ട് അവർക്ക് കോൺഫിഡൻസ് കൊടുക്കണം. ഞാനിത് പറയാൻ കാരണം, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്ഥലത്ത് സന്ദർശിച്ചു. അവിടെ ഈ പ്രൊഡക്റ്റ് കൊടുത്തിട്ട് അവർ വാങ്ങിയിട്ട് പിറ്റേ ദിവസം ഭയങ്കര തലവേദനയും ഛർദിയൊക്കെ അവർക്ക് വന്നു. അത് വന്നപ്പോൾ ഉടനെ അവർ പറഞ്ഞാ ഞങ്ങളുടെ കാശിങ് തന്നെ ഈ പ്രൊഡക്റ്റ് കൊണ്ടുപോക്കണം. അപ്പൊ തീർച്ചയായിട്ടും അവർക്ക് ആകെ വേവലാതിയായി. അവര് കാശ് തിരിച്ചു കൊടുത്തു. ആ പ്രൊഡക്റ്റ് അവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നു എന്നുള്ളതാണ്. വാങ്ങിച്ചു വന്നു, കാശ് തിരിച്ചു കൊടുത്തു. പക്ഷെ വീണ്ടും ഇവരായിട്ട് ബന്ധപ്പെട്ട് സംസാരിച്ചപ്പോ അവിടെ ഒരു പ്രോഗ്രാം ഉണ്ടെന്നും ആ പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് അവരെ ക്ഷണിക്കുകയും ചെയ്തു. അങ്ങനെ ആ പ്രോഗ്രാമിൽ അവർ കഴിഞ്ഞ ദിവസം വന്നു. ഞാൻ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ എന്റെ അടുത്ത് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളാണ് സാർ, അതുകൊണ്ട് ഞാൻ കാശ് തിരിച്ചു മേടിച്ച്, അതുകൊണ്ട് ഇത് ഉപയോഗിച്ച റിസൾട്ട് ഉണ്ടാവുമെന്ന് എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു, ഇന്ന റിസൾട്ട് ഉണ്ടാവും, അങ്ങനെ ഉണ്ടാവും. ഒരു ടീച്ചറും കൂടെയാണ്. അപ്പോ ഇങ്ങനെ ഇന്ന റിസൾട്ട്, അവർക്കെല്ലാം കൂടുതൽ അറിവുള്ള ആളുകൾക്ക് കൂടുതൽ സംശയങ്ങളായിരിക്കും അല്ലെ, അറിവ് കൂടുന്നതോ സംശയം കൂടുന്നുള്ള. അപ്പോ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാൽ ഭയങ്കര സംശയമായിരിക്കും ഇല്ലേ, കാരണം അറിവ് കൂടുന്നിടത്ത് ഇത് കൊടുക്കാൻ സംശയം കൂടുതലുണ്ടാവും. അപ്പൊ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോ അവിടെ വെച്ചിട്ട് ബൈ ഹാൻഡ് അവിടുന്ന് പ്രൊഡക്റ്റ് അവർ വീണ്ടും വാങ്ങിച്ചു കൊണ്ടുപോയി എന്നുള്ളതാണ്. അവർ പഠിക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടും ശ്രമിച്ചുകൊണ്ടാണ് അവർ വീണ്ടും ആ പ്രോഗ്രാമിലേക്ക് വന്നപ്പോ വീണ്ടും കൃത്യമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി. എന്നാ പിന്നെ എനിക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഹസ്ബൻഡിനെയും കൂടെ വിളിച്ചു വരുത്തി അവസ്ഥയ്ക്ക്, ആ പ്രോഗ്രാം സെന്ററിലേക്ക് ഹസ്ബൻഡിനെയും കൂടെ വിളിച്ചു വരുത്തി. ഹസ്ബൻഡും വൈഫും കൂടി ആ പ്രൊഡക്റ്റ് അവിടുന്ന് ഏറ്റുവാങ്ങി എന്നുള്ളതാണ്. അപ്പൊ വളരെ സന്തോഷം നിറഞ്ഞ നിമിഷങ്ങളാണ് അതൊക്കെ. വേണ്ട എന്ന് പറഞ്ഞ് മടക്കിയ ആളുകളാണ്. അപ്പൊ ഇതെല്ലാം തന്നെ നമ്മുടെ പ്രവർത്തനം, നമ്മുടെ രീതി, നമ്മൾ ആളുകളോട് പെരുമാറുന്ന രീതി, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് അവർക്ക് കൊടുക്കുന്ന അവയർനെസ് ഒക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ആളുകൾ ഇത് വാങ്ങുന്നത്, ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, പ്രൊഡക്റ്റ് കൊടുത്ത ആളുകളെ നമ്മൾ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യണം. അവർ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കണം. അത് ഉപയോഗിക്കേണ്ട രീതികൾ പറഞ്ഞു കൊടുക്കണം.
അവരെ ശാസിക്കാനും വഴക്കൂടാനൊന്നും പോകരുത് കേട്ടോ. അപ്പോ ആ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് റിസൾട്ട് കിട്ടും. അവർക്ക് റിസൾട്ട് കിട്ടിയാൽ ഒരാളിൽ നിന്നും ഇത് 100 പേരിലേക്ക് ഉടനെ തന്നെ ഇത് എത്തുന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അങ്ങനെ തന്നെയാണ് ഇത് കേരളത്തിൽ പടർന്ന് പന്തലിച്ച്. അല്ലാണ്ട് ഇതിന്റെ ഇൻകം പ്ലാൻ കണ്ടിട്ട് വന്നവരൊക്കെ വളരെ കുറവാണ്. ഒരു 10% താഴെ ആളുകൾ ഇൻകം പ്ലാൻ കണ്ടു വന്നവരുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. കാരണം ഇവിടെ ഇരിക്കുന്ന ഓരോരുടെയും മുഖം നോക്കിയാൽ നമുക്കറിയാൻ വേണ്ടിയിട്ട്. ഇപ്പൊ പ്രൊഡക്റ്റ് മിറാക്കിളാണ്. ഇപ്പൊ ചില ആൾ പറയുന്നുണ്ട് ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, ഞാൻ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഇല്ലേ, ഞാൻ ഭക്ഷണമൊന്നും കഴിക്കാറില്ല, നല്ല ഭക്ഷണമേ കഴിക്കുള്ളൂ, വെജിറ്റബിൾസ് ആണ് കഴിക്കുന്നത്, മറ്റതാണ് കഴിക്കുന്നത്, അതൊന്നും അല്ല, ഇതൊന്നും അല്ല, എനിക്കതുകൊണ്ട് ഇതിന്റെ ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ. അവരെ സംബന്ധിച്ചിടത്തോളം ഇതെനിക്ക് വേണ്ട, ഞാൻ പൂർണ്ണമായി ഹെൽത്തിയാണ് എന്ന് പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇത് എങ്ങനെ കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നുള്ള ചോദ്യത്തിന് ഉത്തരമായിട്ട് ഞാൻ പറയാൻ വേണ്ടി പോവാണ്. ശ്രദ്ധിക്കല്ലേ, അല്ലെ? നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ പ്രശ്നമാണ് ഞാൻ യോഗ ചെയ്യുന്നുണ്ട്, ഞാൻ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട്, ഞാൻ ജിമ്മിൽ പോകുന്നുണ്ട്, അല്ലെ, ഞാൻ നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്, ഞാൻ പിന്നെ എനിക്ക് കൊളസ്ട്രോൾ ഇല്ല, ഷുഗർ ഇല്ല, ഒന്നുമില്ല, ഞാൻ ഹെൽത്തിയാണ്, പിന്നെ എനിക്ക് എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട്. അവരെ സംബന്ധിച്ച് ഒറ്റ ചോദ്യമേ ഉള്ളൂ. നമ്മൾ ഇന്ന് ജീവിക്കുന്നത് പഴയ കാലത്തെ പോലെയല്ല. റേഡിയേഷന്റെ ഒരു കുടക്കീഴിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ജിമ്മിൽ പോകുന്ന ആൾക്കും റേഡിയേഷൻ ബാധിക്കും, ഇല്ലേ? നടക്കാൻ പോകുന്ന ആളെ റേഡിയേഷൻ ബാധിക്കുന്നുണ്ട്, പച്ചക്കറി കഴിക്കുന്ന ആളെ റേഡിയേഷൻ ബാധിക്കുന്നുണ്ട്, ഇല്ലേ? നോൺ വെജ് കഴിക്കുന്ന ആളെ റേഡിയേഷൻ ബാധിക്കുന്നുണ്ട്, ഇതൊന്നിനും പോകാത്ത ആളെ റേഡിയേഷൻ ബാധിക്കുന്നുണ്ട്. ഇപ്പൊ റേഡിയേഷന്റെ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആ റേഡിയേഷന്റെ കുടക്കീഴിന്ന് നമുക്ക് മാറി നിൽക്കാൻ ആർക്കും പറ്റില്ല, ഒരാൾക്കും പറ്റില്ല. നിങ്ങൾ യോഗ ചെയ്താലും എന്ത് ചെയ്താലും റേഡിയേഷൻ എന്ന് പറയുന്ന ആ കുടയുണ്ടല്ലോ, അതിന്റെ കുടക്കീഴിലാണ് നമ്മൾ ഓരോരുത്തരും. അതിന്റെ എഫക്റ്റ് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. ആ ഒരു റേഡിയേഷന്റെ എഫക്ട് ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഡെമോ കാണിച്ചുകൊണ്ട് മൊബൈൽ എടുത്ത് വെച്ചിട്ട്, ഇല്ല അറിയാലോ എല്ലാവർക്കും അല്ലെ, മൊബൈൽ കയ്യിൽ പിടിച്ചുകൊണ്ട് ആ ഡെമോ ഒന്ന് കാണിച്ചു കൊടുത്താൽ തന്നെ അവർക്ക് മനസ്സിലാവും അപ്പൊ റേഡിയേഷൻ ഭയങ്കരമായിട്ട് നമ്മുടെ ശരീരത്തെ ബാധിക്കുന്നുണ്ട്. അങ്ങനെ പറയുന്ന ആളുകൾക്ക് റേഡിയേഷന്റെ എഫക്ട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അവരെ ബോധ്യപ്പെടുത്തി കൊടുത്താൽ ഓൺ ദ സ്പോട്ടിൽ നമുക്ക് ഈ പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അങ്ങനെ പറയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം. അതുകൂടാതെ നമുക്കറിയാം കുഴഞ്ഞു വീണ് മരണവും സ്ട്രോക്കും അറ്റാക്കും ഒക്കെ വരുന്നുണ്ട്. ഈ ജിമ്മിൽ പോയി യോഗ ചെയ്യുന്ന എക്സസൈസ് ചെയ്യുന്ന ആളുകളൊക്കെയാണ്, ഇല്ലേ, എത്രയോ ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതായിട്ട് ഇപ്പൊ കാണുന്നത് നമുക്ക്. എത്രയോ നമ്മൾ വീഡിയോസും പിക്ചേഴ്സും അതിനെ കുറിച്ച് കണ്ടിട്ടുണ്ട് നമ്മൾ. അപ്പൊ അവരോടും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതൊക്കെ നമുക്കൊരു എല്ലാ സമയത്തും ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ നമ്മൾ ഗ്യാപ്പ് ഉണ്ടാവും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഏറ്റവും ഒരു നല്ലൊരു പ്രൊട്ടക്ടർ എന്നുള്ളത് നമ്മുടെ ശരീരത്തെ, ജീവിതത്തെ, അല്ലെ, പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റ് എന്നുള്ള നിലയിൽ നമ്മുടെ കയ്യിൽ എപ്പോഴും 24 hours ഇത് കയ്യിൽ ഉണ്ടാകുന്നതാണ്. ഇതിങ്ങനെ കയ്യിൽ കെട്ടി നടക്കുമ്പോൾ എത്ര ആളുകളാണ് ചോദിക്കുന്നത്. എല്ലാവരും വാങ്ങുന്നൊന്നും ഇല്ലെങ്കിൽ പോലും ഞാനിപ്പോ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ പലരും ചോദിക്കും ഇതെന്താണ് ഈ കയ്യിലുള്ള ഈ സാധനം, ഇന്ന് പലരും ചോദിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ അപൂർവ ആളുകളെ വാങ്ങിക്കുള്ളൂ. പക്ഷെ എന്നാലും ഇത് അറിയാനുള്ള ഒരു ജിജ്ഞാസ ആളുകളുടെ കയ്യിലുണ്ട്, മനസ്സിലുണ്ടെന്നുള്ളതാണ്. അപ്പൊ നമ്മളിതിങ്ങനെ ഷെയർ ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ ഇന്നല്ലെങ്കിൽ നാളെ കൂടുതൽ ആളുകൾ ബയോട്ടോറിയത്തിലേക്ക് കടന്നു വരുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ബയോട്ടോറിയത്തെ തള്ളിപ്പറഞ്ഞു പോയവരും ഇന്നും അവരുടെ കയ്യിലും നമ്മുടെ ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ, അല്ലെ, നമ്മുടെ റെസ്റ്റ് ബാൻഡ് ഇന്നും കെട്ടിക്കൊണ്ട് തന്നെയാണ് അവർ എല്ലാ ഫീൽഡിലേക്കും ഇറങ്ങുന്നത്. അവർക്കും വിജയാശംസകൾ നേടുകയാണ് ഈ അവസരത്തിൽ. കാരണം ഇത് ശീലിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം, ഇത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു ചെറിയ റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതിനെ ആർക്കും തള്ളിപ്പറയാൻ പറ്റില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്രയും മിറാക്കിൾ പ്രൊഡക്റ്റ് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനി, അല്ലെ, ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് മേഖലയിൽ കൊടുക്കുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. എത്ര അവാർഡുകളിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടക്കം മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ സുഹൃത്തുക്കളെ, കൊറോണ ബാധിച്ച നിരവധി ആളുകൾക്ക് ഈ പ്രൊഡക്റ്റ് കൊടുത്തപ്പോൾ കിട്ടിയ റിസൾട്ടിന്റെ അടിസ്ഥാനത്തിൽ കൊറോണ ബോർഡിന്റെ കൊറോണ യോദ്ധ എന്ന് പറയുന്ന ഒരു അവാർഡ് നേടാൻ നമുക്ക് സാധിച്ചു. അന്ന് മുതൽ തന്നെ ഇതിന്റെ പടയോട്ടം തുടങ്ങി എന്നുള്ളതാണ്. ആ ഒരു അവാർഡ് കിട്ടിയതോടുകൂടി ഇന്ത്യയിലെ കന്യാകുമാരി മുതൽ കാശ്മീർ വരെയുള്ള പ്രദേശങ്ങളിലെ ജനഹൃദയങ്ങൾ ബയോട്ടോറിയം ഏറ്റെടുത്തു എന്നുള്ളതാണ്. അതിനെ പറിച്ചു മാറ്റാൻ സാധിക്കും സുഹൃത്തുക്കളെ. അത്രയും മിറാക്കിൾ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. പിന്നീട് അങ്ങോട്ട് അതിന്റെ വളർച്ച വരുമ്പോൾ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടി ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി. എത്ര അവാർഡുകൾ, അല്ലെ, എക്സലന്റ് കമ്പനി ഓഫ് ദി ഇയർ, അതാണ് ആ വർഷത്തെ അത്ഭുതം സൃഷ്ടിച്ച ബെസ്റ്റ് പെർഫോമൻസ് എന്ന നിലയിൽ എക്സലന്റ് കമ്പനി ഓഫ് ദി ഇയർ എന്നുള്ള അവാർഡ്. പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നമുക്ക് കിട്ടിയ അവാർഡുകൾ എന്താണ്? ട്രസ്റ്റഡ് ബ്രാൻഡ് ഓഫ് ദി ഇയർ. വിശ്വസിച്ച് വാങ്ങി ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ് ഈ ബയോട്ടോറിയം എന്നുള്ള രീതിയിലുള്ള അവാർഡുകൾ കിട്ടി എന്നുള്ളതാണ്. അവിടുന്ന് പിന്നെയും അതിന്റെ തലങ്ങളിലേക്ക് ഉയർന്നപ്പോ, ഇല്ലേ, എത്ര അവാർഡുകൾ കിട്ടി. ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് കഴിഞ്ഞ ഫെബ്രുവരിയിൽ
ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്നുള്ള രീതിയിലേക്ക് ബയോട്ടോറിയത്തിന് കുതിച്ചുയരാൻ വേണ്ടിയിട്ട് ഇല്ലേ, അതിന്റെ വളർച്ച നോക്കണം നിങ്ങൾ. ആ രീതിയിലേക്ക് വളർന്ന ഒരേ ഒരു കമ്പനി ഉണ്ടെങ്കിൽ അത് ഈ ബയോട്ടോറിയാണ്. നമുക്കറിയാം ഈ മാഗ്നറ്റിക് തെറാപ്പി ഒക്കെ വരുന്നത് ജപ്പാനിലും കൊറിയയിലും അതുപോലെ തന്നെ ചൈനയിലും പോലുള്ള വിദേശ രാജ്യങ്ങളിലാണെങ്കിൽ ആ രാജ്യക്കാർക്ക് ഒന്നും തന്നെ നേടിയെടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് നേടിയെടുത്തത് നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ ഈ ബയോട്ടോറിയം, അതിന്റെ അല്ലെ നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ഡോക്ടർ സാഗർ ജോഷി സാറിനാണ് അത് നേടാൻ വേണ്ടി സാധിച്ചത് എന്നുള്ളതാണ്. അതിൽ നിന്ന് മനസ്സിലാക്കണം സാഗർ ജോഷി സാറിന്റെ വീക്ഷണം, അദ്ദേഹത്തിന്റെ വീക്ഷണം നിങ്ങൾ നോക്കണം. എത്ര നല്ല രീതിയിൽ ഈ കമ്പനിയെ കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കുന്നുള്ള അദ്ദേഹത്തിന്റെ വിഷന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചത്. ആ ഒരു ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് മാത്രം മതി, അതിന്റെ ഒരു കോപ്പി നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലുണ്ട്. അത് മാത്രം മതി സുഹൃത്തുക്കളെ, ലോകത്തെവിടെയും ആരുടെ മുമ്പിലും നെഞ്ചു വിരിച്ച് നിന്നുകൊണ്ട് നമുക്ക് ഈ ബയോട്ടോറിയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ട് വേറൊന്നും വേണ്ട അല്ലെ. ലോകത്തെവിടെയും നമുക്ക് നെഞ്ചു വിരിച്ച് ഈ ബയോട്ടോറിയത്തെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടി സാധിക്കും. വരും കാലങ്ങളിൽ ഇപ്പൊ ഇന്ത്യയിലേ ഉള്ളൂ ഇതെങ്കിലും വരും കാലങ്ങൾ സാഗർ സാറിന്റെ സ്വപ്നം എന്ന് പറയുന്നത് 150-ൽ പരം രാജ്യങ്ങൾ ഇത് ലോഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. വെറുതെ അല്ല ഇവിടെ ഇരിക്കുന്ന ആളുകൾ, ഒരു സംശയവും വേണ്ട. അടുത്ത ഭാവിയിൽ വിദേശ രാജ്യങ്ങൾ ഇത് ലോഞ്ച് ചെയ്യും. ഇപ്പൊ തന്നെ വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് പലതും കൊടുക്കുന്നുണ്ട്. അതല്ല, യഥാർത്ഥ ലോഞ്ചിങ് വരും. ആ ലോഞ്ചിങ് വരുമ്പോഴാണ് നമുക്ക് ഇതിന്റെ മനോഹാരിത മനസ്സിലാവുള്ളൂ. വിദേശ രാജ്യങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകൾ ആവേശത്തോടെ ഇത് വാങ്ങുമ്പോൾ അവരെല്ലാം നമ്മുടെ ജീനിയോളജിയിലേക്ക്, നമ്മുടെ ട്രീയിലേക്ക് വരികയും വിദേശ നാണ്യം നമ്മുടെ രാജ്യത്തേക്ക് നേടിത്തരുന്ന വലിയൊരു പ്രസ്ഥാനത്തിന്റെ ഭാഗമായി മാറാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ നിൽക്കുന്ന ഒരു ആത്മവിശ്വാസം വേണം നമുക്ക്. പലർക്കും ആത്മവിശ്വാസം നഷ്ടപ്പെടുമ്പോഴാണ് പലതും സംഭവിക്കുന്നത് അല്ലെ. ഈ ആത്മവിശ്വാസം നഷ്ടപ്പെടുകയാണ് പലർക്കും. അതും ഇതുമൊക്കെ പറയുമ്പോൾ ഇതിന്റെയൊക്കെ പറയാൻ പോകുന്നത്. നമ്മൾ ചിന്തിച്ച് നമ്മുടെ മസ്തിഷ്കത്തിന് തീരുമാനം വിട്ടുകൊടുക്കണം. മറ്റുള്ളവരുടെ തലച്ചോറ് കൊണ്ടായിരിക്കരുത് നിങ്ങളുടെ തീരുമാനം. നിങ്ങളുടെ തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാണ്. ഞാൻ തീരുമാനം എടുക്കുന്നത് എന്റെ മസ്തിഷ്കത്താണ്. ഞാൻ എന്റെ ബുദ്ധിപരമായി ചിന്തിച്ചിട്ട് ഞാൻ എന്റെ തീരുമാനം എടുക്കുന്നത്. മറ്റുള്ളവരോട് ചോദിച്ചിട്ടല്ല നമ്മൾ തീരുമാനം എടുക്കേണ്ടത്. ആണോ? നമുക്ക് കിട്ടിയ റിസൾട്ട്, നമുക്ക് ഇതുവരെയുള്ള അനുഭവങ്ങൾ, നമ്മൾ കൊടുത്ത ആൾക്ക് കിട്ടിയ റിസൾട്ട്, അതേപോലെ തന്നെ ഇത് നമ്മൾ നല്ല റിസൾട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. ഓക്കെ, ഒരു സംശയവും വേണ്ട. പക്ഷെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുമാനം തീരെ കുറവാണെങ്കിൽ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല അല്ലെ, സ്വാഭാവികമായിട്ടും. അപ്പോൾ ഇവിടെ വർക്ക് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചൊരു ഹ്യൂജ് ഇൻകം കൊടുത്തുകൊണ്ടാണ് കമ്പനി മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഇൻകം പ്ലാനിനെ കുറിച്ച് പറഞ്ഞാൽ ഇത്രയും ഇൻകം കൊടുക്കുന്ന ഒരു കമ്പനി ഇന്ന് ഇന്ത്യയിലില്ല. നമുക്കത് തെളിയിക്കാൻ വേണ്ടി സാധിച്ചത് അല്ലെ, ഫാസ്റ്റസ്റ്റ് കറോർപതി മേക്കിംഗ് കമ്പനി എന്നുള്ള നിലയിൽ MSMEയുടെ അല്ലെ അശോക സ്തംഭ അവാർഡ് കിട്ടിയ ഒരേ ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിയാണ് ഈ ബയോട്ടോറിയം അല്ലെ. നമ്മുടെ അശോക സ്തംഭ അവാർഡ് കിട്ടിയ MSMEയുടെ, അത് കേന്ദ്ര മന്ത്രാലയത്തിന്റെ ഒരു വിഭാഗമാണ്. അപ്പൊ അശോക സ്തംഭ അവാർഡ് ഫാസ്റ്റസ്റ്റ് ആയിട്ട് വളരെ വേഗത്തിൽ കോടീശ്വരന്മാരെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ഇൻകം പ്ലാൻ അവതരിപ്പിച്ച ഒരേ ഒരു കമ്പനി. ഇന്ന് വരെയും ഒരു ഫാമിലി ബോണസ് എന്നുള്ള നിലയിൽ ഒരു 100 രൂപയുടെ ബിസിനസ് മാച്ച് ചെയ്യുമ്പോൾ അന്ന് 5025 രൂപയാണ് കൊടുത്തതെങ്കിൽ എല്ലാ കമ്പനികളും ഇല്ലേ കുറച്ച് കഴിയുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റാത്ത സാഹചര്യത്തിൽ പേയ്മെന്റ് കുറക്കുന്ന സംവിധാനമാണ് ഉണ്ടാകുക. ഇവിടെ പേയ്മെന്റ് കൂട്ടിക്കൊടുത്തുകൊണ്ട് ഒരു 100 രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ഒരു സാധാരണക്കാരന്, ഫീൽഡിൽ പോകുന്ന ഒരു സാധാരണക്കാരന് 6820 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ ആ കമ്പനിയുടെ പേരാണ് ഈ ബയോട്ടോറിയം. വേറൊരു കമ്പനിക്ക് ഇത്രയും ഇൻകം കൊടുക്കുന്ന ഒരു പ്ലാൻ ഇന്ന് നിലവിലില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് സാഗർ സാർ വെല്ലുവിളിച്ചത്. ആ ഫാമിലി ബോണസ് എന്ന് പറയുന്ന ആ ഇൻകം, കാരണം ഏറ്റവും ബോട്ടം ലെവലിലാണ് എപ്പോഴും ഡയറക്ട് സെല്ലിംഗിൽ ബിസിനസ് നടക്കേണ്ടത്. പുതുതായിട്ട് ഒരാൾ വന്നു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിംഗിന്റെ സ്പീഡ് കൂട്ടാനുള്ള ഏക മാർഗം എന്ന് പറയുന്നത്. പുതിയൊരു കസ്റ്റമറാണ് ആദ്യം വരുന്നത്. ആ കസ്റ്റമറെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ആ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ എന്താക്കി മാറ്റുന്നു? ഇല്ലേ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആക്കുന്നു. ആ ഡിസ്ട്രിബ്യൂട്ടറെ നമ്മൾ ഒരു ലീഡറാക്കി മാറ്റുന്നു. ആ രീതിയിലേക്ക് നമ്മൾ അവരുടെ കൂടെ ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ ആണ് ടീം ഡെവലപ്പ് ആകുന്നത്. ഇപ്പൊ ബോട്ടം ലെവലിലാണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നടക്കുന്നത്. ആ ബോട്ടം ലെവലിൽ ബിസിനസ് നടക്കുമ്പോൾ അവർ വെയിൽ കൊണ്ടും മഴ കൊണ്ടും ഇല്ലേ ബുദ്ധിമുട്ടിയും ഓടിച്ചാടി നടക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ ഇൻകവും ടോപ്പിൽ നിൽക്കുന്ന ലീഡേഴ്സിന് ഹ്യൂജ് ഇൻകവും കൊടുക്കുന്ന പല കമ്പനികളും ഇവിടെയുണ്ട്. എന്നാൽ ബയോട്ടോറിയം നേരെ തിരിച്ചാണ്. ബയോട്ടോറിയം നേരെ തിരിച്ചാണ്. ആരാണോ വർക്ക് ചെയ്യുന്നത്, ഇന്ന് 2 ബിസിനസ് നമ്മൾ വെച്ച് കഴിഞ്ഞാൽ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ക്രൈറ്റീരിയ എല്ലാ കമ്പനിയിലും ഒരു ക്രൈറ്റീരിയ ഉണ്ട്. പക്ഷെ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ബൂസ്റ്റർ പ്ലാൻ വന്നതോടുകൂടിയിട്ട് ആ ക്രൈറ്റീരിയ എടുത്ത് കളഞ്ഞിരിക്കുകയാണ്. ബൂസ്റ്റർ പ്ലാൻ വന്നതോടുകൂടിയിട്ട് ഒരു ക്രൈറ്റീരിയ എടുത്ത് പല കമ്പനികളിലും നമ്മൾ ജീനിയസും പിന്നർ അല്ലെങ്കിൽ ലെഫ്റ്റും റൈറ്റും എളുപ്പത്തിൽ മനസ്സിലാവാനാണ് ഞാൻ പറയുന്നത്. ലെഫ്റ്റും റൈറ്റും ബിസിനസ് വെച്ചാൽ മാത്രമേ ക്യാഷ് കൊടുക്കുള്ളൂ.
പല കമ്പനികൾ ആ കാശ് കൊടുക്കുന്നത് 21 ദിവസം കഴിഞ്ഞിട്ടും 15 ദിവസം കഴിഞ്ഞിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു എൻട്രി വെക്കുമ്പോൾ തന്നെ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ നമുക്ക് വരുമാനം കൊടുക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ പുതുതായിട്ട് ഈ ജനുവരി 5 മുതൽ ഇങ്ങോട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ബൂസ്റ്റർ പ്ലാന്റെ പ്രത്യേകത. ഇതൊക്കെ നമ്മൾ പറഞ്ഞാലും ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കാനും നിങ്ങൾക്ക് സാധിക്കണം. അപ്പോഴാണ് നമുക്ക് ബിസിനസ് എടുക്കാൻ വേണ്ടി സാധിക്കുന്നത്. വേറൊരു കമ്പനിക്ക് ആ ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ്. 13 ബിയുടെ സെയിലാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 525 രൂപയുണ്ട്. 25 ബിയുടെ സെയിലാണ് എടുക്കുന്നതെങ്കിൽ 1010 രൂപയുണ്ട്. 50 ബിയുടെ സെയിലാണ് എടുക്കുന്നതെങ്കിൽ നമുക്ക് 2020 രൂപയുണ്ട്. 100 ബിയുടെ സെയിലാണ് എടുക്കുന്നത് നമുക്ക് 4040 രൂപയുണ്ട്. നിങ്ങൾക്ക് ഒരു ക്രൈറ്റീരിയയും കംപ്ലീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പുതുതായിട്ട് വന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 50 ബിയുടെ സെയിൽ എടുത്താൽ അദ്ദേഹത്തിന് 3 കഴിഞ്ഞ് 4ാമത്തെ ദിവസം, അതായത് കട്ട് ഓഫ് അനുസരിച്ച് വിത്തിൻ ഡേയ്സ് അവരുടെ അക്കൗണ്ടിലേക്ക് ഒരു ഹ്യൂജ് എമൗണ്ട് കിട്ടുന്നു എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ മറ്റൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ തുടക്കത്തിൽ ഇത് ഉണ്ടായിരുന്നില്ല. നമ്മളൊക്കെ വന്ന സമയത്ത് വെറും 150 PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അവയർനെസ് ബോണസ്. എന്താണ് അവയർനെസ് ബോണസ്? ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് നിങ്ങൾ കസ്റ്റമർക്ക് കൃത്യമായിട്ടുള്ള അവയർനെസ് കൊടുക്കുക. അപ്പോ നമുക്ക് കിട്ടുന്ന ബോണസ്, ആ പ്രൊഡക്റ്റ് അവർ വാങ്ങിച്ചാൽ നമുക്ക് കിട്ടുന്ന ബോണസ് ആണ് അവയർനെസ് ബോണസ് എന്നുള്ളത്. ആ അവയർനെസ് ബോണസ് ഞാൻ ഡാനി സാറൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് കേവലം വെറും 440 രൂപയാണ് കിട്ടിക്കൊണ്ടിരുന്നത്. അത് വാങ്ങിച്ച പലരും ഈ കൂട്ടത്തിലുണ്ടാവും. 440 രൂപക്കാണ് 150 PVയുടെ കച്ചവടം ചെയ്തത്. അന്ന് തന്നെ പറഞ്ഞു, എന്റെ പൊന്നു സാറേ ഇതിൽ വരുമാനം വളരെ കുറവാണ് എന്ന് പറഞ്ഞിട്ട് ആളുകൾ ഈ പ്ലാൻ കേൾക്കുമ്പോൾ തന്നെ, ഞാൻ കോഴിക്കോടൊക്കെ പോയ സംഭവം ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അവിടെ വന്നിട്ട് ഇരുന്നിട്ട് ഒരു ലീഡർ എന്നോട് പറഞ്ഞു, നിങ്ങളെ പ്രൊഡക്റ്റ് ഒക്കെ നല്ലതാണ്, ഡെമോ ഒക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ ഇതിന്റെ വരുമാനം 150 PVയുടെ കച്ചവടം ചെയ്ത 440 രൂപയ്ക്ക് എന്നെ കിട്ടില്ല പണിയെടുക്കാൻ. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങൾ അടുത്ത ലെവലിൽ നോക്ക്. ഇത് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 100 PV ഒരേ കട്ട് ഓഫിൽ വന്നാൽ 5025 രൂപ കൊടുക്കുന്നുണ്ട്. അതെങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അത് കൊള്ളാം, പക്ഷെ എന്നാൽ ആദ്യത്തെ നമുക്ക് സഹിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാനില്ല എന്ന് പറഞ്ഞു. ഞാനിപ്പോ ചെയ്യുന്നൊരു കമ്പനി ഉണ്ട്, അവിടെ ഈ ഒരാൾ വന്നാൽ ഇത്ര കിട്ടും, മറ്റേ ആൾ വന്നാൽ ഇത്ര കിട്ടും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ശരി, നിങ്ങൾ അതന്നെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇങ്ങനെ ഗുഡ് ബൈ പറഞ്ഞ് ചായയും കൊടുത്ത് പിരിഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ പൊടി പോലും ഇന്ന് കാണാനില്ല. ആ കമ്പനിയും ഇല്ല, പൂട്ടിപ്പോയി. ആ കമ്പനിയൊക്കെ പോയി. ഇന്നിപ്പോ തേരാപ്പാര ഇപ്പോഴും പഴയ പോലെ നടക്കൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. അന്ന് ഞാൻ സ്ട്രോങ് ആയിട്ട് പറഞ്ഞ കൂടെ നിൽക്കാൻ വേണ്ടി. അപ്പൊ അതെല്ലാം നമ്മൾ കടന്നു. എന്താ പറയാ, അതെല്ലാം നമ്മൾ കടന്നു മുന്നോട്ട് പോയി. ആ നദി എത്രയോ പിന്നെയും വെള്ളം ഒഴുകിപ്പോയി. ഇന്നും അടിപൊളിയായിട്ടില്ലേ, വയറ്റോറിയം അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, ശാന്തമായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുശേഷമാണ് നമ്മളിപ്പോ ഈ പറയുന്ന ബൂസ്റ്റർ ഇംപ്ലിമെന്റ് ചെയ്തപ്പോ വേറെ എൻട്രിക്ക് പോലും നമുക്ക് വരുമാനം കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ. എന്നാൽ ചില കമ്പനികൾ ഇത് നോക്കി ഞങ്ങളും കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് ചില കമ്പനികൾ വന്നു. ആ കമ്പനികളൊന്നും ഇന്ന് കാണാനും ഇല്ല, കേൾക്കാനും ഇല്ല. സാഗർ ജോഷി സാർക്ക് കൊടുക്കും പോലെ വേറെ ആൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്ന സുഹൃത്തുക്കളെ. കാരണം നമ്മളാണ് നമ്മളെ മാനുഫാക്ചറിങ് നടത്തുന്നത്. മറ്റു പലരും പല സ്ഥലത്തുനിന്നും സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുവന്നിട്ട് വിൽക്കുന്ന പരിപാടികളാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇവിടെ മാനുഫാക്ചർ ചെയ്യുന്നത് നമ്മളെ യൂണിറ്റിൽ വെച്ച് തന്നെയാണ്. കാണാത്ത ആളുകൾക്ക് ഓഫീസ് വിസിറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. അവിടെ പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നു കൃത്യമായിട്ട്, ഇല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മുടെ ഓൺ സോഫ്റ്റ്വെയർ ആണ്, ഓൺ പ്രൊഡക്റ്റ് ആണ്, അല്ലേ? അതുകൊണ്ടാണ് ഇത്രയും സിമ്പിൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, ഇൻകം പ്ലാനിനെ വെല്ലാൻ, ബയോട്ടോറിയത്തിനെ വെല്ലാൻ ഒരു കമ്പനിക്ക് സാധിക്കില്ല. 100 PV ബിസിനസ് ചെയ്യുമ്പോൾ ബോട്ടം ലെവലുള്ള ആൾക്ക് 5025 രൂപ കിട്ടുമ്പോ, ഇല്ലേ, ഒരാഴ്ചയിൽ ഒരു 100 PV ചെയ്താലും 20,000 രൂപയില്ലേ സലീംക, അല്ലേ? അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നടത്താൻ പറ്റൂല. ആഴ്ചയിൽ ഒരു 100 PV ബാച്ച് ചെയ്താൽ പോലും ഇന്ന് 6820 രൂപ കിട്ടുന്നുണ്ട്. അന്നാണ് 5025, ഇന്ന് 6820 രൂപ കിട്ടുമ്പോൾ 4/24, 4/8 അല്ലേ, ഏകദേശം 27,000 സംതിങ് രൂപ ഒരു മാസം വെറും സിമ്പിൾ ആയിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ വേണ്ടി സാധിക്കും. നമ്മൾ വിചാരിച്ചാൽ സാധിക്കും. അതിനു വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇറങ്ങി പുറപ്പെടുന്നത്. അത് ബയോട്ടോറിയത്തിന്റെ ഇൻകം പ്ലാനിന്റെ പ്രത്യേകത. ഈ ഫാമിലി ബോണസ് എന്നുള്ളൊരു ഹ്യൂജ് ഇൻകം ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അപ്പൊ നമ്മൾ നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തുകൊണ്ട് മുന്നോട്ട് വരികയാണെങ്കിൽ, ജീനിയസിലും ബിന്നറിലും നല്ല നല്ല ടീം വരുമ്പോൾ നമ്മൾ അറിയാതെ ഫാമിലി ബോണസിലേക്ക് എത്തും എന്നുള്ളതാണ്. ഈ ഫാമിലി ബോണസിന് വേണ്ടി നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കാതെ വരുന്ന എൻട്രീസ് എല്ലാം അപ്പൊ തന്നെ അവർക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയും അവർക്ക് ബൂസ്റ്റർ ബോണസ് വാങ്ങിച്ചു കൊടുക്കുകയും അവർക്ക് നല്ല വരുമാനം ഉണ്ടാക്കി കൊടുക്കുകയൊക്കെ ചെയ്യുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ജീനിയസിലും ബിന്നേഴ്സിലും നല്ല ടീമിനെ ബിൽഡ് ചെയ്യുന്നതിനനുസരിച്ച് നാം അറിയാതെ നമുക്ക് ഫാമിലി ബോണസ് കിട്ടും. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അങ്ങനെ ഓടി തുടർന്ന്, അല്ലേ, ഇപ്പൊ എന്താ, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. 2 ഭാഗത്ത് അവിടുന്ന് ബിസിനസ് വരും, ഇവിടുന്ന് ബിസിനസ് വരും. അപ്പൊ അറിയാതെ ഫാമിലി ബോണസ് കിട്ടുന്ന ഒരു സ്റ്റേജിലേക്ക് നമ്മൾ വരും. അതുകൊണ്ട് നിങ്ങൾ ഒരു ഫാമിലി ബോണസിന് വേണ്ടി ലഹള കൂടാതെ, എനിക്ക് വെച്ചില്ല, എന്നോട് പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞില്ല, അങ്ങനെ ഇങ്ങനെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് മത്സരിക്കാതെ നല്ല ടീമിനെ നിങ്ങൾ ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഫാമിലി ബോണസ് നിങ്ങളെ തേടി വരും.
വിജയം നിങ്ങളെ തേടി വരും. ഈ സക്സസ് ഒക്കെ നമ്മളെ തേടി വരുന്നതാണ്. നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നാൽ മതി. പ്രവർത്തിച്ചുകൊണ്ടേ ഇരിക്കുക. പരാജയങ്ങൾ ഉണ്ടാവും, പിന്നൊന്ന് കുത്താൻ ആളുകൾ ഉണ്ടാവും, വലിച്ചു താഴെ ഇടാൻ ആളുകൾ ഉണ്ടാവും. മനസ്സിലായ? ഈ ചിരിക്കുന്നവരൊന്നും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒന്നും അല്ല കേട്ടാ സെന്തിൽ സാറേ. ആളുകൾ ഇങ്ങനെ ചിരിക്കും, ഭയങ്കര ചിരിയാ കാണുമ്പോ. എന്ത് സന്തോഷമാണ്, അത് കെട്ടിപ്പിടിക്കും മനോജ് എന്നൊക്കെ പറഞ്ഞിട്ട്. കത്തിയുണ്ടെങ്കിൽ കുത്താനുള്ള ദേഷ്യമാണ് പലർക്കും. അപ്പോ ഇതൊന്നും കേട്ടിട്ട് കുലുങ്ങാതെ അനങ്ങാതെ ആവേശത്തോടെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി സൽപ്രവൃത്തിയാണെങ്കിൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല. നമ്മളെയൊക്കെ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും ഈ പ്രകൃതി ശക്തിയാണെന്ന്, അല്ലാണ്ട് ഈ പറഞ്ഞ ആളുകളൊന്നും അല്ല. മനസ്സിലായി? ഞാൻ അതിൽ വിശ്വസിക്കുന്ന ആളാണ്. എത്ര തവണ എന്നെ ഇല്ലേ എന്തൊക്കെ, ഞാനിപ്പോ അതൊന്നും രാവിലെ പറയുന്നില്ല. അപ്പോ പലർക്കും അറിയാം ഇല്ലേ, കൂടെ നിൽക്കുന്ന ആളുകൾ തന്നെ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് ഞാൻ പിന്നീട് പറയാം. അപ്പൊ അത്രയും രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ ഈ മനുഷ്യനുണ്ടാകുന്ന ഏറ്റവും പ്രശ്നമാണ് അസൂയ എന്ന് പറയുന്നത്. അല്ലെ, അസൂയയും കഷണ്ടിക്കും മരുന്നില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ കഷണ്ടിക്ക് ഇപ്പം മരുന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. വയറ്റോറിയത്തിന്റെ നമ്മുടെ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്നതിന്റെ മുടി വളരുന്നതിന്റെ സുധീ നെട്ടൂറിന്റെ കഥ എല്ലാവർക്കും അറിയാം. പക്ഷെ ഈ അസൂയക്ക് ഇപ്പോഴും മരുന്ന് എന്തായാലും കണ്ടുപിടിച്ചിട്ടില്ല. അത് മനുഷ്യ മനസ്സിന്റെ ഒരു തലമാണെന്നുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇല്ലാതിരുന്നാൽ മാത്രമേ എന്താ പറയാ ടോപ്പ് അച്ചീവ്മെന്റ്സിലേക്ക്, ടോപ്പ് സക്സസിലേക്ക് വരുള്ളൂ. മറ്റുള്ളവർ വിജയിക്കുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ വേണ്ടി സാധിക്കണം. മറ്റുള്ളവരെ വേദനയിൽ നമുക്ക് കരയാൻ വേണ്ടി സാധിക്കണം. അതാണ് മറ്റുള്ളവരുടെ വേദന നമ്മുടെ വേദനയായിട്ട് നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കണം. അവിടെയാണ് യഥാർത്ഥ ഒരു മനുഷ്യത്വം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് എന്നുള്ളത്. അങ്ങനെയുള്ള ആളുകളാണ് ഉയർത്തപ്പെടുള്ളൂ. അല്ലാണ്ട് മറ്റുള്ളവരുടെ വേദനയിൽ സന്തോഷിക്കുന്നവൻ ഉയർത്തപ്പെടില്ല സുഹൃത്തുക്കളെ. അവൻ അല്ലെ താഴോട്ടേ പോവുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ട്രാക്ക് മാറിപ്പോയി പോകുന്നതിന്റെ ഇടയിൽ ഇതിന്റെ ഭാഗം തന്നെയാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് കൂടെ നിൽക്കുന്ന ആളുകൾ പോലും പല രീതിയിലും പല അവസരത്തിലും നമുക്കിട്ട് പണി തരും. നമ്മളെ സംബന്ധിച്ച് അതൊന്നും ഒരു വിഷയമല്ല. നമ്മുടെ യാത്ര തുടർന്നു കൊണ്ടേയിരിക്കുന്നുള്ളതാണ് അല്ലെ. വണ്ടി പോകുമ്പോ ടയർ പൊട്ടിയാൽ എന്ത് ചെയ്യും? വണ്ടി അവിടെ യാത്ര നിർത്തുവോ? ഇല്ല, ടയർ അങ്ങോട്ട് മാറ്റിയിടും. ഇല്ലേ, അല്ലെങ്കിൽ അടുത്ത ടയർ പഞ്ചറിന്റെ കട എവിടെയാന്ന് വെച്ചാൽ അവിടെ ഇപ്പൊ മൊബൈൽ ഫോൺ സംവിധാനങ്ങളുണ്ട്, അവരെ വിളിക്കും, അത് റിപ്പയർ ചെയ്യും. നമ്മൾ മുന്നോട്ട് പോകും. നമുക്കൊരു ലക്ഷ്യമുണ്ടെന്ന്. വയട്ടോറിയത്തിൽ വന്ന ലക്ഷ്യമുണ്ട്. നിങ്ങൾക്ക് വിജയിക്കണം, നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ടാകണം. പലർക്കും ലക്ഷ്യമില്ല. കുറേയൊക്കെ അവിടെ ഇവിടെയും പുഴച്ചു കൊടുക്കുന്ന ആളുകൾ ഇങ്ങനെ പുഴച്ചു കൊടുക്കും. ലക്ഷ്യം ഉണ്ടാകണം. നമ്മൾ യാത്ര പുറപ്പെടുമ്പോൾ ഒരു ലക്ഷ്യമുണ്ട് അല്ലെ. ജീവിതത്തിൽ നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലെ. ഓരോത്തിനും ഓരോ ലക്ഷ്യമുണ്ട്. ബയോട്ടോറിയത്തിൽ നിങ്ങൾക്കൊരു ലക്ഷ്യം ഉണ്ടാകണം. വലിയ സ്വപ്നങ്ങൾ കാണാൻ സാധിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ബയോട്ടോറിയം എന്ന് പറയുന്നത്. ഇവിടെ ചെറിയ സ്വപ്നങ്ങളല്ല. 300 രൂപക്ക് ജോയിൻ ചെയ്യുക, നമുക്ക് ഡെയിലി 500 രൂപ കിട്ടും എന്നൊക്കെ പറയണ ഒരു പ്രസ്ഥാനങ്ങളൊക്കെ എത്രയോ സംഭവങ്ങൾ ഇവിടെ വരുന്നുണ്ട് അല്ലേ. ചെറിയ സംഭവങ്ങളായിട്ട് വരുന്നുണ്ട്. 1000 രൂപയാണ് ജോയിനിങ്, 500 രൂപ കിട്ടും, മറ്റേത് കപ്പലണ്ടി കച്ചവടം നടത്തിയാൽ കപ്പൽ വാങ്ങാൻ പറ്റൂ അല്ലെ. മോശമായിട്ട് പറയുന്നല്ലേ, കപ്പലണ്ടി കച്ചവടം ചെയ്യുന്നവരെ മോശമാക്കുകയല്ലേ ഞാൻ പറയുന്നത്. കപ്പലണ്ടി കച്ചവടം നടത്തിയാൽ നമുക്ക് നല്ല വരുമാനം ഉണ്ടാക്കാം. ഒരു കുടുംബത്തിന് ജീവിക്കാനുള്ള നല്ല വരുമാനം കിട്ടും, മാന്യമായി ജീവിക്കാൻ പറ്റും. പക്ഷേ അദ്ദേഹത്തിന് ഒരു കപ്പൽ വാങ്ങണമെന്നുള്ളൊരു മോഹം ഉണ്ടെങ്കിൽ നടക്കില്ല. നടക്കുമോ? ഇല്ല. കപ്പലണ്ടി വിറ്റാൽ കപ്പൽ വാങ്ങാൻ പറ്റില്ല. അപ്പോ കപ്പൽ വാങ്ങണമെങ്കിൽ എന്ത് വേണം? അതിനനുസരിച്ച് ബിസിനസ് ചെയ്യണം, അതിനനുസരിച്ച് വരുമാനം ഉണ്ടാക്കുന്ന അല്ലെ ബിസിനസ് നമ്മൾ ചെയ്താലേ ആ മോഹങ്ങൾ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇവിടെ ബയോട്ടോറിയെ സംബന്ധിച്ചിടത്തോളം വലിയ സ്വപ്നങ്ങൾ നിങ്ങൾക്ക് കൊയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഇൻഡസ്ട്രിയാണ് നമ്മുടെ പ്രത്യേകിച്ച് ബയോട്ടോറിയം. ഒരു സംശയവും വേണ്ട. ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അത്രയും ഹ്യൂജ് ഇൻകമാണ് നമുക്ക് തരുന്നത് ഇല്ലേ. ഒരു വർഷം 1,07,00,000 രൂപ. ഇന്നലെ നമ്മുടെ ഇല്യാസ് സാർ വളരെ വ്യക്തമായിട്ട് അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ഫിഗറൊക്കെ ഇപ്പോൾ എല്ലാവരുടെ മനസ്സിലുണ്ട്. അടിപൊളി പ്രോഗ്രാം ആയിരുന്നു ഇന്നലത്തെ. ഇല്യാസ് സാറിന് ബിഗ് കൺഗ്രാജുലേഷൻ. മനസ്സിലായ? എന്താ പറയാ അല്ലെ, കമ്മലിട്ടവൻ പോയാൽ കടുക്കനിട്ടവൻ വരും എന്ന് പറഞ്ഞ പോലെ ആലോചിച്ച് നോക്കണം. കുറച്ചാൾ പോകുമ്പോ അതിനേക്കാൾ കഴിവുള്ള ആളുകൾ, തിളങ്ങുന്ന മണി അല്ലെ, ഡയമണ്ട്സ് നമ്മുടെ കൂടെയുണ്ട് സുഹൃത്തുക്കളെ. ഇനി എത്ര ഡയമണ്ട്സ് ഇതിനകത്ത് ഇരിക്കുന്നുണ്ടെന്ന് അറിയോ? അവരൊക്കെ രംഗത്തേക്ക് വരും. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ആവേശത്തോടെ നിങ്ങൾ ലക്ഷ്യങ്ങൾ നേടുന്നത് വരെ നമ്മൾ ഒരുമിച്ച് കേരള ബയോട്ടോറിയം കമ്മ്യൂണിറ്റിയുടെ നേതൃത്വത്തിൽ മുന്നോട്ട് പോകും. അതുകൊണ്ട് കാതിലിട്ടവൻ പോയാലൊന്നും ആരും ഇവിടെ പേടിക്കേണ്ട ആവശ്യമില്ല. അല്ലെ, എന്താ പറയാ, കമ്മലിട്ടവൻ പോയാല് കടുക്കനിട്ടവൻ വരുന്ന എന്താ പറയണ അല്ലേ. ആ രീതിയിലേക്ക് അടിപൊളി പ്രസന്റേഷൻ ആയിരുന്നു ഇന്നലത്തെ പ്രോഗ്രാം. ഇന്നലെ ഒത്തിരി ആളുകൾ കയറിയിട്ടുണ്ടായിരുന്നു. പുതിയ പ്രോഗ്രാമിൽ നമ്മൾ അറ്റൻഡ് ചെയ്യാന്നുള്ളതാണ്. ഇതുപോലുള്ള ക്ലാസ്സുകളിൽ വരിക. നമ്മൾ ഇതായിട്ട് വിജയിക്കണമെങ്കിൽ രാവിലത്തെ സൂം മീറ്റിംഗ് ഒരു ശീലമാക്കി മാറ്റണം. പ്രോഗ്രാം സെന്ററിൽ എത്തണം, സൂം മീറ്റിംഗിൽ പങ്കെടുക്കണം. ഇതിന്റെ ഭാഗമായി നിന്നവര് മാത്രമേ വിജയിച്ച ചരിത്രമുള്ളൂ കേട്ടോ. അല്ലാണ്ട് വല്ലപ്പോഴും എന്താ പറയാ ദേശാടന കിളികളെ പോലെ വന്ന് നോക്കി പോയതിനെ കൊണ്ടൊന്നും വലിയ സക്സസിലേക്ക് എത്താൻ പറ്റില്ല. ഉറപ്പിച്ച് ഞാൻ പറയുന്നു.
ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ചേർന്ന് നിൽക്കുമ്പോഴാണ് ഹ്യൂജ് സക്സസിലേക്ക് എത്താൻ വേണ്ടി സാധിക്കുള്ളൂ. അതുകൊണ്ട് അടിപൊളി പ്രോഗ്രാമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഒരു വർഷം 1,07,00,000 രൂപയിൽ കൂടുതൽ വരുമാനം നേടാൻ വേണ്ടി സാധിക്കുന്ന സാധാരണക്കാരന് സാധിക്കും. അത് സാധിക്കുമെന്ന് തെളിയിച്ചു കൊടുത്തൊരു സാധാരണക്കാരനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്, അല്ലേ? എനിക്കെന്താ കൊമ്പുണ്ടോ? നോക്കി ഇങ്ങനെ തലയിലേക്ക് കാണാൻ പറ്റും പോലെ കൊമ്പ് കാണുന്നുണ്ട് ഇങ്ങനെ രണ്ടു വശത്ത്? ഇല്ലല്ലോ. നിങ്ങളെ പോലത്തെ ഒരു സാധാരണക്കാരൻ, അല്ലെ? ഭഗസാറൊക്കെ ചിരിക്കുന്നുണ്ട്. ഭഗസാറിനെ പോലെ മസിലുണ്ടോ? തടിയുണ്ടോ? സൗന്ദര്യമുണ്ടോ? ഒന്നുമില്ല. പിന്നെ എന്റെ ഉള്ളിൽ എന്താണ്? വിജയിക്കണം എന്നുള്ളൊരു ആവേശം, ഒടുങ്ങാത്തൊരു ആവേശം ഉണ്ടായിരുന്നു. അത് വാങ്ങിയെടുക്കണം എന്നുള്ള ആവേശം ഉണ്ടായി. അത് കഷ്ടപ്പെടാൻ തയ്യാറാവണം. ആ ആവേശം മാത്രം ഉണ്ടായി വിജയിക്കൂലേട്ടാ. ആ ആവേശം മാത്രം ഉണ്ടായി. അത് കഷ്ടപ്പെടണം. വെയിലായാലും മഴയായാലും ഇപ്പൊ ഞാൻ പോകാൻ പോണത് കഴിഞ്ഞുകൊണ്ട് ഇറങ്ങാൻ വേണ്ടി പോവാണ്, റെഡിയായി നിൽക്കുകയാണ്. ഓരോ സ്ഥലങ്ങളിലും ഇന്നലെയും മിനിയാന്നൊക്കെ എവിടെയൊക്കെ ആയിരുന്നു. അങ്ങനെ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങിച്ചെല്ലണം. ഗാന്ധിജി നമ്മളോട് പറഞ്ഞ എന്താണ്? ഗ്രാമാന്തരങ്ങളിലെ ഇറങ്ങിച്ചെല്ലണം. കോഴിക്കോട് BOP, എറണാകുളം BOP എന്ന് പറഞ്ഞാൽ ടൗണിലുള്ള BOP സെന്ററിൽ പോയി ഇരുന്നാലൊന്നും നമുക്ക് വിജയിക്കാൻ പറ്റില്ല. ഗ്രാമങ്ങളിലേക്ക് ഇറങ്ങണം. പോക്കറ്റ് പ്രോഗ്രാമുകൾ വെക്കണം. ഗ്രാമത്തിലാകുമ്പോ ആ ഗ്രാമത്തിലെ ആളുകളൊക്കെ അവിടത്തേക്ക് വിളിച്ചാ വരും, അല്ലെ? എറണാകുളത്തേക്ക് വരുന്ന അവര് വരില്ല. വരാന്നൊക്കെ പറയും നമ്മളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട്. അവസാനം സമയമാകുമ്പോൾ വിളിച്ചാൽ ചിലപ്പോൾ ഫോൺ എടുക്കില്ല. ഇല്ലേ പറയും എനിക്ക് തിരക്കാണ്, എന്തെങ്കിലും പല കാരണങ്ങൾ കഴിഞ്ഞവർ മാറും. ഇപ്പൊ ഗ്രാമാന്തരങ്ങളിൽ ഇറങ്ങിയിട്ട് ഞാൻ എപ്പോഴും പണ്ട് നിങ്ങളോട് പറഞ്ഞതാണ്, നിങ്ങളുടെ പഞ്ചായത്ത് നിങ്ങൾ കേന്ദ്രീകരിക്കുക, നിങ്ങളുടെ വാർഡ് കേന്ദ്രീകരിക്കുക. എന്നിട്ട് അവിടെ ചെറിയ ചെറിയ പ്രോഗ്രാംസ് വെക്ക്. അവിടെ നിങ്ങൾ ഒറ്റക്ക് പറഞ്ഞ യേശുലാട്ടാ. മുറ്റത്തെ മുല്ലക്ക് മണമില്ല, മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ ഒറ്റക്ക് പറഞ്ഞ യേശുവില്ല ചില സ്ഥലങ്ങളിൽ. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങളുടെ അപ്ലൈൻ ലീഡേഴ്സിനെ അവിടെ കൊണ്ടുവരണം. റിസൾട്ട് കിട്ടിയ ആളുകളെ അവിടെ കൊണ്ടുവരണം. എന്നിട്ട് അവിടെ വട്ടത്തിൽ വിളിച്ചു കൂട്ടിയിട്ട് 4-5 പേരെ ചേർത്ത് കൊണ്ട് അവിടെ തുടങ്ങ്. അവിടെ നിന്ന് ഇത് സ്പ്രെഡ് ആവും. അങ്ങനെ 24 hours നമ്മൾ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ് എത്ര കാലമായി പണിയെടുക്കാൻ തുടങ്ങിയിട്ട് എന്തെല്ലാം ബിസിനസ് ചെയ്തു ബിജു സാറെ, അല്ലെ? ബിജു സാർ ഇപ്പോഴും കാശ് ഉണ്ടാക്കുന്നുണ്ട്. 4 വർത്താനം പറഞ്ഞ കോടികളാ വരാൻ വേണ്ടി പോകും. നമുക്ക് അങ്ങനെ കിട്ടൂല്ലോ, അല്ലെ? അപ്പൊ പല രീതിയിലും ബിസിനസ് ചെയ്യുന്ന ആളുകളുണ്ട്. അവരെ ഒന്നും നിരുത്സാഹപ്പെടുത്താനല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ പറഞ്ഞു വന്നത്, വളരെ കൃത്യമായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് ഇറങ്ങുകയാണെങ്കിൽ വലിയ അച്ചീവ്മെന്റ്സിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇത്രയും വരുമാനം കൊടുക്കുന്ന കമ്പനി എവിടെയുള്ളത്? അതുകൊണ്ട് കൃത്യമായിട്ട് ഇറങ്ങുക ഫീൽഡിലേക്ക്. വെയിൽ കൊള്ളാൻ തയ്യാറാവണം, മഴ കൊള്ളാൻ തയ്യാറാവണം. എന്നാൽ മാത്രമേ ഇതിനകത്തേക്ക് സക്സസ് വരുള്ളൂ. അങ്ങനെ സക്സസ് നേടിയ ഒരു സാധാരണക്കാരനാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അല്ലാണ്ട് കിട്ടാത്ത ഒരാൾ വന്നിട്ട് കിട്ടും എന്നല്ല പറയുന്നത്. ഇവിടെ മേടിച്ചിട്ട് അത് തെളിയിച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അതുകൊണ്ട് അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. നേടണം എന്നൊരു വാശി നിങ്ങളിൽ ഉണ്ടായാൽ മതി. ആളുകൾ പറവോട്ട് വലിച്ചുകൊണ്ടിരിക്കുക, ആളുകൾ കളിയാക്കിക്കൊണ്ടിരിക്കുക, ആളുകൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതിനേക്കാൾ നല്ല ഇൻകം പ്ലാനുള്ള വേറെ കമ്പനി ഉണ്ടെന്നാ ഇപ്പൊ പറയുന്നത്. ഇതിനേക്കാൾ നല്ല വരുമാനം കൊടുക്കുന്നു, ഇതിനേക്കാൾ നല്ല പ്രൊഡക്റ്റ് ആണെന്ന്. 100-200ഓളം പ്രൊഡക്റ്റ് ഉണ്ടെന്നാ പറയുന്നത്. എന്തിന് 200 പ്രൊഡക്റ്റ്? നിങ്ങളുടെ 2000 പ്രൊഡക്റ്റ് ഉണ്ടായാലും അതിനെ വെല്ലുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് സുഹൃത്തുക്കളെ നമ്മുടെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നം എന്ന് പറയുന്നത്. നിങ്ങളുടെ 2000 പ്രൊഡക്റ്റ് ഉണ്ടായെങ്കിലും ഒരു കുഴപ്പമില്ല, അതിനെല്ലാം വെല്ലുന്ന പ്രൊഡക്റ്റ് ആണ് നമ്മുടെ ഈ ബയോട്ടോറിയത്തിന്റെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നം. ഈ ഒറ്റ ഉൽപ്പന്നം മതി നിങ്ങൾക്ക് എത്ര കോടികളും നേടാൻ വേണ്ടിയിട്ട്. ഒരു സംശയം തുടങ്ങിയിട്ടില്ല ഇവിടെ. എത്ര പേർക്ക് കൊടുത്തു കേരളത്തില്? ഒരു 4 ലക്ഷം 5 ലക്ഷത്തിൽ താഴെ ആളുകൾ. 3.5-4 കോടി ജനങ്ങൾ ഈ കേരളത്തിലുണ്ട്. ഇന്ത്യ മഹാരാജ്യത്ത് 40-45 ലക്ഷം പ്രൊഡക്റ്റേ പോയിട്ടുള്ളൂ. 145 കോടിയുള്ള ഈ രാജ്യത്ത് 1% പോലും ബിസിനസ് ചെയ്തിട്ടില്ല. 1% പോലും ആയിട്ടില്ല. ഇറങ്ങി പുറപ്പെട്, ഇല്ലേ? ഇറങ്ങി പുറപ്പെട്. വിജയം നിങ്ങളുടെ കൂടെ ഉണ്ടാവും. പ്രവർത്തിക്കുന്നതിന് മാത്രമേ വിജയം ഉണ്ടാവുള്ളൂ. സക്സസ് ഒരു സുപ്രഭാതത്തിൽ നിങ്ങളെ തേടി വരുന്ന നിങ്ങൾ പ്രവർത്തിക്കണം, അല്ലെ? പ്രവർത്തിക്കാതെ വിജയം ആരും പ്രതീക്ഷിക്കരുത് കേട്ടാ. ലോട്ടറി എടുത്താലും അടിക്കൂല കേട്ടാ. ഇത് പറയാ കഥ. അപ്പോ ഒരാൾക്ക് കിട്ടുള്ളൂ. അപ്പൊ പ്രവർത്തിക്കാതെ വിജയം ഉണ്ടാവില്ല സുഹൃത്തുക്കളെ. അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറഞ്ഞതിനെ കൊണ്ടൊന്നും കാര്യമില്ല. ഞാൻ ഒരാളെയും കുറ്റം പറയാൻ പോയിട്ടില്ല. എന്റെ വിജയത്തിന്റെ അടിസ്ഥാനം ഇത് തന്നെയാണ്. എനിക്ക് എന്റെ സുഹൃത്ത്, അല്ലെ, ആന്റണി ബോട്ടീസി അവസരം തന്നു. ഞാൻ അദ്ദേഹത്തെ ഇന്നും കുറ്റം പറഞ്ഞിട്ടില്ല, എപ്പോഴും കുറ്റം പറഞ്ഞിട്ടില്ല. ഞങ്ങൾ വലിയ സുഹൃത്തുക്കളാണ്. എന്റെ കൂടെ വർക്കർ വന്നിട്ടില്ല, എനിക്ക് ആളുകളെ തന്നിട്ടില്ല, എനിക്ക് ഇത് തന്നിട്ടില്ല, എന്റെ ലെഫ്റ്റ് ഇട്ട് തന്നിട്ടില്ല, എന്റെ റൈറ്റ് ഒന്നും പറഞ്ഞിട്ടില്ല. വളരെ സന്തോഷത്തിലാണ്. അപ്പൊ നമ്മൾ കിട്ടിയ അവസരത്തെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് വിജയിക്കാൻ വേണ്ടി ഇവിടുന്ന് ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത്. കിട്ടുന്ന ലീഡേഴ്സിന്റെ എല്ലാം സഹകരണം നേടുക എന്നുള്ളതാണ്. ആ സഹകരണത്തോടുകൂടി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും വിജയിക്കാൻ വേണ്ടി. ഇത് സിമ്പിൾ അല്ലേ? നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ട് എത്ര ഡെമോ കാണിച്ചു കൊടുക്കാൻ പറ്റും? ആ ഡെമോ കാണിച്ചു കൊടുത്ത ഫോളോ അപ്പിലൂടെ അത് വരും. ഇന്നല്ലെങ്കിൽ നാളെ വരും. വരുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. നമ്മൾ 2, 3, 4 തവണ ഫോളോ അപ്പ് ചെയ്തിട്ട് അവൻ വരുന്നില്ല, അവൻ പോയി പണി നോക്കട്ടെ, ഇനി അവനെ ഞാൻ വിളിക്കില്ല കേട്ടാ. ഭയങ്കര ജാടയാ.
അവന് വേണ്ട അല്ലേ? എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. എല്ലാവർക്കും ഉണ്ട്, അത് എനിക്കും ഉണ്ട്. പക്ഷേ നമ്മൾ അതല്ല വിചാരിക്കേണ്ടത്. ആദ്യമേ ഞാൻ ഇതിനകത്ത് എൻട്രി ചെയ്യിപ്പിച്ച് അടങ്ങുന്നുള്ളൊരു വാശി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം നിങ്ങൾക്ക്. അപ്പൊ നമ്മൾ വീണ്ടും 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 ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക, വരുന്നത് വരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടേയിരിക്കുക. ഞാൻ പറഞ്ഞില്ല ടീച്ചറിന്റെ കഥ, അവര് വേണ്ടെന്ന് വെച്ചിട്ട് വീണ്ടും അവരെ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടല്ലേ അവര് വീണ്ടും വാങ്ങിച്ചത്. അപ്പൊ വീണ്ടും വരുന്നത് വരെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാകണം, ക്ഷമയുണ്ടാകണം. ഡയറക്ട് സെല്ലിംഗിൽ ക്ഷമയില്ലാത്ത ആളുകൾക്ക് ഒരിക്കലും വിജയിക്കാൻ വേണ്ടി സാധിക്കില്ല. പ്രശ്നങ്ങളുണ്ടാവും, പ്രതിസന്ധികളുണ്ടാവും, ടീമെന്ന് പ്രശ്നങ്ങളുണ്ടാവും. അതൊക്കെ വരുമ്പോ വളരെ ക്ഷമയോട് കൂടിയിട്ട് അതിനെ കേൾക്കേണ്ടതിനെ കേൾക്കുകയും കേൾക്കാത്തതിനെ ചിലത് കേട്ടില്ല നോക്കണം. എന്താ പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കാറില്ലേ അല്ലെ? അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിച്ചപ്പോ അല്ലെ? ആ രീതിയിൽ നമുക്ക് ചെവി ചിലത് കേൾക്കാതിരിക്കേണ്ടി വരും. ആ രീതിയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ സൂപ്പറായിട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി സാധിക്കും. 1,07,00,000 രൂപ ഒരു വർഷം നേടുന്ന നമ്മുടെ മദർ പ്ലാൻ, ആ മദർ പ്ലാൻ മാത്രം മതിയല്ലോ. റീപർച്ചേസ് വന്നിട്ടില്ല എന്ന് പറയണം. റീപർച്ചേസ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയും പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ വരും. ഇപ്പൊ തന്നെ കുറെ ഉൽപ്പന്നങ്ങൾ ഇറങ്ങി. അന്ന് കേവലം 4 പ്രൊഡക്റ്റ് കൊണ്ടാണില്ലെങ്കിൽ ഇന്നിപ്പോ 100-ലധികം കോമ്പിനേഷൻ പ്രൊഡക്ട്സുകൾ നമുക്ക് ഓൾറെഡി വന്നു കഴിഞ്ഞു. റീപർച്ചേസിൽ തന്നെ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുടെ ഒരു നീണ്ട നിര നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഞാൻ എപ്പോഴും പറഞ്ഞ നമുക്ക് 20 ലിറ്റർ ജാറിന് ചുറ്റാൻ പറ്റുന്ന വാട്ടർ എനർജി പാഡ് കൊടുക്കുക. നിങ്ങൾ ഓരോ വീട്ടിലും ആവശ്യമായ ഒരു പ്രൊഡക്റ്റ് ആണത്. എത്ര എണ്ണം വാങ്ങി വിൽക്കാൻ പറ്റും? അതിന് MRP ഉണ്ട്, DP പ്രൈസ് ഉണ്ട്. എല്ലാ വീട്ടിലും മസ്റ്റ് ആണത്. നിങ്ങൾ 20 ലിറ്റർ ബക്കറ്റ് വാങ്ങിച്ചിട്ട് അതിനകത്ത് റാപ്പ് ചെയ്ത് ആ വെള്ളം ഒഴിച്ചു വെച്ചിട്ട് അവരോട് അതിനകത്ത് പാചകം ചെയ്യാൻ വേണ്ടി പറയൂ. അതുപോലെ തന്നെ കുഷ്യൻ പാഡ് ഉണ്ട്, വെരിക്കോസ് പാഡ് ഉണ്ട്, മൈഗ്രെയിനിലെ പാഡ് ഉണ്ട് ഇല്ലേ, കണ്ണിനുള്ള പാഡ് ഉണ്ട്, ഇയർ പാഡ് ഉണ്ട്, ഐ പാഡ് ഉണ്ട്, മുട്ടുവേദനയ്ക്ക് ഉള്ളതുണ്ട്. അങ്ങനെ നിരവധി ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങളുണ്ട്. അതിന്റെ വക്താക്കളായി മാറാൻ വേണ്ടി സാധിക്കണം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാം പോയപ്പോ മേഡത്തിന്റെ കയ്യിൽ എല്ലാ പ്രൊഡക്റ്റും ഉണ്ട്. അവർ വെച്ചിട്ട് ഡെമോ കാണിച്ചതാണ്. ഞാൻ ആളെ പേര് പറഞ്ഞ എനിക്ക് സന്തോഷമേ ഉള്ളൂ. നമ്മുടെ കോഴിക്കോടുള്ള ബബിത മേഡം, മനസ്സിലായ? ബബിത മേഡത്തിന്റെ ഒരു പ്രോഗ്രാമിൽ ഞാൻ അവിടെ ചെന്ന് എല്ലാം പ്രസന്റ് ചെയ്ത് എല്ലാം കഴിഞ്ഞ ശേഷം മേഡം വന്നിട്ട് ഓരോ പ്രൊഡക്റ്റുകൾ എടുത്ത് കാണിക്കുക. ആരുടെ കയ്യിലുണ്ടതൊക്കെ? ഐപാഡ് ഉണ്ട് അവരുടെ കയ്യിൽ, മൈഗ്രെയിൻ പാഡ് അവരുടെ കയ്യിലുണ്ട്, ബാക്ക് പെയിൻ ഉള്ള പാഡ് അവരുടെ കയ്യിലുണ്ട്, മുട്ടുവേദനൊക്കെ ഉള്ള പാഡ് അവരുടെ കയ്യിലുണ്ട്. എല്ലാ പ്രൊഡക്റ്റും അവര് വാങ്ങി സൂക്ഷിച്ചിരിക്കുകയാണ്. ആലോചിച്ച് നോക്കണം. ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പഠിക്കണമെന്ന്. കച്ചവടം ചെയ്യാണ്ട് എവിടെ കാശ് വരാനാണ്? വാചകം അടിച്ചതിനെ കൊണ്ട് കാശ് വരില്ല. ഇതൊക്കെ കാണുമ്പോൾ ആൾക്ക് ഏതെങ്കിലും ഒരെണ്ണം വാങ്ങണമെന്നുള്ള താല്പര്യം ഉണ്ടാവും. അതിന് MRP ഉണ്ട്, DP ഉണ്ട് ഇല്ലേ? നമ്മളാരും MRP കൊടുക്കാറില്ല, കുറച്ച് വില കുറച്ചിട്ടാണ് കൊടുക്കുക. അങ്ങനെ ഇറങ്ങി പുറപ്പെട്ട ഒരു ദിവസം തന്നെ എത്ര വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. അങ്ങനെ റീപർച്ചേസിലൂടെ നിരവധി ഉൽപ്പന്നങ്ങൾ നമുക്കറിയാം. നമ്മൾ ഈ ബയോമാഗ്നറ്റിക് ഉൽപ്പന്നങ്ങൾ മാത്രം സ്റ്റാർട്ട് ചെയ്ത കമ്പനി അന്ന് പറഞ്ഞു റീപർച്ചേസ് ഒന്നും വരില്ല, ഈ പ്രൊഡക്റ്റ് കൊണ്ടൊന്നും നടക്കില്ല എന്ന് പറഞ്ഞ ആളുകളുണ്ട്. ഇന്നിപ്പോ നമുക്ക് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സുകൾ വന്നു ഇല്ലേ? ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ഇന്നത്തെ കാലഘട്ടത്തിൽ, ഇന്നത്തെ സമൂഹത്തിൽ വളരെ അത്യാവശ്യമാണ്. നമ്മൾ പറഞ്ഞ പോലെ കെമിക്കൽസ് ആണ് മൊത്തം. വെള്ളം എന്താണ്, ശ്വസിക്കുന്ന വായു പൊല്യൂട്ടഡ് ആണ് ഇല്ലേ? കുടിക്കുന്ന വെള്ളം പൊല്യൂട്ടഡ് ആണ്. ഭക്ഷണ സാധനങ്ങൾ മുഴുവൻ കെമിക്കൽസും മായവും ഒക്കെ ചേർന്നാണ്. അപ്പൊ അതിനൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ആവശ്യത്തിന് സെല്ലുകൾക്ക് വേണ്ടുന്ന എനർജി നൽകുന്നതിന് വേണ്ടിയിട്ട്, പോഷകാഹാരങ്ങൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് കഴിച്ചേ പറ്റുള്ളൂ. കാരണം നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ രീതി അങ്ങനെയാണ് അല്ലെ? അപ്പോ ന്യൂട്രാസ്യൂട്ടിക്കൽ ചപ്പാത്തി ആണെങ്കിൽ രാവിലെ 5 ചപ്പാത്തി ഇല്ലേ, പുട്ട്, ദോശ, ഇഡ്ഡലി, കടല, ഇതൊക്കെ തന്നെ കാർബോഹൈഡ്രേറ്റ്സ് ആണ്. ഇതിന്റെ അമിതമായ ഉപയോഗം സ്വാഭാവികമായിട്ടും നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കും. അപ്പൊ ന്യൂട്രാസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് അത്ഭുതം സൃഷ്ടിക്കുന്ന പ്രൊഡക്ട്സ്, നമ്മുടെ മോർ പവർ എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. എല്ലാവർക്കും അറിയാം മോർ പവറിന്റെ പ്രത്യേകത അല്ലെ? ആ മോർ പവർ അടിപൊളിയാണ്. അതൊന്ന് കുറച്ച് മതി. അതാണ് 300 ഗ്രാം കഴിച്ച് എത്ര നാൾ ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും? വെറും 2 ഗ്രാം കഴിച്ചാൽ മതി. വെറും 2 ഗ്രാം കഴിച്ചാൽ മതി. ആ 2 ഗ്രാം ഒരു കപ്പലണ്ടിയുടെ വലുപ്പത്തിൽ നിങ്ങൾ കഴിച്ചാൽ മതി. ശരീരത്തിന് ആവശ്യമുള്ള 11 സിസ്റ്റത്തെയും അതെന്ത് ചെയ്യും? ബൂസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. 11 സിസ്റ്റത്തെയും അത് എൻഹാൻസ് ചെയ്യും. അങ്ങനെയുള്ള പ്രൊഡക്റ്റുകൾ എല്ലാവരും അത് ശീലമാക്കി മാറ്റണം. അതുപോലെ തന്നെ അൾട്രാബെറി ജ്യൂസ് ഏറ്റവും ബെസ്റ്റ് ആണ്. അത് അൾട്രാബെറി ജ്യൂസ് എന്ന് പറയുന്നത് അല്ലെ? കുട്ടികൾക്കും കൊടുക്കാം. അവരുടെ ഷാർപ്പ് മൈൻഡ് സെറ്റ് ഉണ്ടാകും അൾട്രാബെറി ജ്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ. ടെൻഷൻസ് കുറയും, വറീസ് കുറയും. അതേപോലെ തന്നെ HP കൗണ്ട്, ഹിമോഗ്ലോബിന്റെ അളവ് പലർക്കും കുറവാണ്. അതുപോലെ തന്നെ പ്ലേറ്റ്ലേറ്റ് കുറയുന്നുണ്ട്. അസുഖങ്ങളൊക്കെ വരുമ്പോൾ കൗണ്ട് കുറയുന്നു, ബ്ലഡിന്റെ കൗണ്ട് കുറയുന്ന അസുഖങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് നമ്മുടെ അൾട്രാബെറി ജ്യൂസ് എന്ന് പറയുന്നത്. കൂടുതലൊന്നും കഴിക്കേണ്ടത് 5-10 ml കഴിച്ചാൽ മതി. ഡെയിലി കഴിക്കുന്ന ആൾ വളരെ കുറച്ച് കഴിച്ചാൽ മതി. അതൊരു ശീലമാക്കി മാറ്റുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇപ്പൊ വന്നിരിക്കുന്ന സീബക്തോണിനെ കുറിച്ച് നമുക്കറിയാം അല്ലെ? ഇങ്ങനെയുള്ള നിരവധി പ്രൊഡക്റ്റുകൾ. ഇപ്പൊ മുരിങ്ങയുടെ എക്സ്ട്രാക്റ്റുള്ള ടാബ്ലറ്റ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സീബക്തോണിന്റെ പല ടൈപ്പ് പ്രൊഡക്ട്സുകൾ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോട്ടീൻ പൗഡർ വന്നിട്ടുണ്ട്. ഇപ്പൊ നിരവധി ഉൽപ്പന്നങ്ങൾ 1 by 1. ഇപ്പൊ കുറെ പ്രൊഡക്റ്റ് ആയപ്പോൾ അതും തലവേദനയായി ആളുകൾക്ക്.
ഏതാ കൊടുക്കുക, ഏതാ വാങ്ങേണ്ടത് അല്ലെ? അതുപോലെ ഗീർ പശുവിന്റെ നെയ്യ് അല്ലെ, എന്നിട്ടാ പറഞ്ഞ പ്രൊഡക്റ്റ് ഇല്ല. ഇത്രയും പ്രൊഡക്റ്റ് മതിയെന്നാ ഞാൻ പറയണത്. ഈ പ്രൊഡക്റ്റ് തന്നെ ധാരാളമാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല ആളുകളെ സംബന്ധിച്ചിടത്തോളം. ഗീർ പശുവിന്റെ നെയ്യൊക്കെ ഒരു ശീലമാക്കി മാറ്റി. കുട്ടികൾക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ് കേട്ടോ. ഓർമ്മശക്തി കൂടാനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണ്. ഇപ്പൊ ഡെയിലി ഉപയോഗിക്കുമ്പോൾ നമ്മളെ ഈ നെർവ് സിസ്റ്റം ഉണ്ടല്ലോ, നെർവ് സിസ്റ്റം ഒക്കെ നല്ല സ്ട്രോങ് ആവും എന്നുള്ളതാണ്. ഈ നെയ്യ് കൃത്യമായിട്ട് ഉപയോഗിക്കുമ്പോൾ നമ്മളെ നെർവ് സിസ്റ്റം സ്ട്രോങ് ആവും. നല്ല കൊളസ്ട്രോൾ ബോഡിയിൽ ഉണ്ടാകും. നല്ല കൊളസ്ട്രോളിന്റെ അളവ് പലർക്കും കുറവാണ്. ചീത്ത കൊളസ്ട്രോൾ ആണ് കൂടുതൽ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് കൊളസ്ട്രോൾ രോഗികൾ കേരളത്തിൽ കൂടുതലാണ്. അപ്പം കൊളസ്ട്രോൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇത് അവർക്ക് വണ്ണം കുറക്കാനും വണ്ണം കൂട്ടാനും നെയ്യ് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കും. വണ്ണം കൂടിയ ആളുകൾ വെറുവയറ്റ് കഴിക്കണം നെയ്യ്, അപ്പൊ അവരുടെ വണ്ണം കുറയും. വണ്ണം കൂടിയ ആളുകൾ വെറുവയറ്റ് കഴിക്കുക. വണ്ണം കൂട്ടാനാണെങ്കിൽ എന്ത് വേണം? ഭക്ഷണത്തിന്റെ കൂടെ ചേർത്ത് കഴിക്കുക എന്നുള്ള. ഇപ്പൊ നല്ല ചൂട് കഞ്ഞിയിൽ അല്പം നെയ്യ് ഇട്ട് കഴിക്കാം, മനസ്സിലായ? ഇല്ലെങ്കിൽ നമ്മൾ ചപ്പാത്തിയോ ദോശയോ ഒക്കെ ചൂടുന്ന അവസരത്തിൽ അതിന്റെ മുകളിൽ ചപ്പാത്തിയിൽ നമുക്ക് പുരട്ടിയിട്ട് ഉപയോഗിക്കാൻ മനസ്സിലാക്കി. ഭക്ഷണത്തിന്റെ കൂടെ കഴിച്ചാൽ വണ്ണം കൂടും. ശരീരത്തിൽ ഇപ്പൊ വണ്ണം കൂടണം തോന്നുന്നല്ലേ? ഇപ്പൊ വണ്ണം കുറഞ്ഞു പോയി എന്നാ ശരീരത്തിന്റെ സങ്കടം. നേരത്തെ വണ്ണം ഉണ്ടായിട്ട് വണ്ണം കുറയാൻ തോന്നി ഇല്ലേ? അപ്പൊ വണ്ണം കൂടണമെങ്കിൽ ഭക്ഷണത്തിന്റെ കൂടെ നെയ്യ് ചേർത്ത് കഴിക്കുക. വണ്ണം കുറയാനാണെങ്കിൽ എന്ത് ചെയ്യണം? വണ്ണം കുറയാനാണെങ്കിൽ വെറുതെ കഴിക്കുക നെയ്യ്. ഇപ്പൊ വണ്ണം കുറയും. അപ്പൊ അടിപൊളി പ്രൊഡക്റ്റ് ആണ് നമ്മളെ ഗീർ പശുവിന്റെ നെയ്യ് എന്ന് പറയുന്നത്. പല കുട്ടികളും നെയ്യ് കഴിക്കാത്ത കുട്ടികൾക്ക് ഇത് ഉപയോഗിച്ച് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ നന്നായി കഴിക്കുന്നുണ്ടെന്ന് പലരും പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ നിരവധി പ്രൊഡക്റ്റിന്റെ ഒരു ശ്രേണി ഇനിയും പ്രൊഡക്റ്റുകൾ വരാൻ വേണ്ടി പോവാണ് സുഹൃത്തുക്കളെ. ഒരു സംശയം വേണ്ട, ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഇല്ലേ? സ്കോപ്പ് ഓഫ് ഈ ബയോട്ടോറിയത്തിന് ഡയറക്ട് സെല്ലിംഗ് വലിയ സാധ്യതയുണ്ട്. ഒരു സംശയം വേണ്ട. പല ഡയറക്ട് സെല്ലിംഗ് കമ്പനികൾ ഇവിടെ ഉണ്ടെങ്കിൽ പോലും ബയോട്ടോറിയത്തിന് അതിൻ്റെതായ സ്കോപ്പ് ഉണ്ടെന്നാണ് ഞാനിപ്പോ പറഞ്ഞു വരുന്നത് ഇല്ലേ? എത്രയോ വർഷങ്ങളായിട്ടുള്ള ഇവിടെ കമ്പനികളെല്ലാം പിന്നിലാക്കിക്കൊണ്ട് കേവലം 6 വർഷം പ്രായമായി ഈ കമ്പനി ഇന്ന് 13ാം സ്ഥാനത്താണ്. ഇതേ പോക്ക് പോവുകയാണെങ്കിൽ ഒരു 3-4 വർഷം കഴിയുമ്പോഴേക്കും ഇന്ത്യയിലെ നമ്പർ 1 ഡയറക്ട് സെല്ലിംഗ് കമ്പനിയായിട്ട് ഈ ബയോട്ടോറിയം മാറുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അത്രയും വീക്ഷണമുള്ള വിഷനും മിഷനുമുള്ള സാഗർ ജോഷി സാറാണ് ഇത് നയിക്കുന്നത്. അതാണ് നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി സാധിക്കുന്നത് അല്ലെ? എന്ത് പ്രതിസന്ധികളുണ്ട്, എന്ത് കൊടുങ്കാറ്റുണ്ടെങ്കിലും അല്ലെ, പല കൊടുങ്കാറ്റിനെയും അതിജീവിച്ച പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം എന്ന് പറയുന്നത്. പലർക്കും പഴയ ആളുകൾക്കൊക്കെ അറിയാം. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എത്ര വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോഴും അതിനെയെല്ലാം തന്നെ അതിജീവിച്ച പ്രസ്ഥാനമാണ് ഈ ബയോട്ടോറിയം. അതുകൊണ്ട് തന്നെ നമുക്ക് ഉറപ്പിച്ചു പറയാം, ഈ ബയോട്ടോറിയം എന്ന് പറയുന്ന കമ്പനി എന്നും ഇവിടെ നിലനിൽക്കും. 6 വർഷം ഇവിടെ വളരെ സക്സസ് ആയി മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിൽ 60 വർഷമല്ല 600 വർഷവും ഈ ബയോട്ടോറിയം ഉണ്ടാവും. ഈ ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സാണ് നിങ്ങൾക്ക് വേണ്ടത്. ഒരു സംശയം വേണ്ട. സാഗർ ജോഷി സാർ പറഞ്ഞതെല്ലാം തന്നിട്ടുണ്ട്. പറഞ്ഞതിൽ കൂടുതലേ തന്നിട്ടുള്ളൂ അല്ലെ? നമ്മൾ ചിന്തിക്കാത്തതിൽ കൂടുതൽ വരുമാനമാണ് സാർ തന്നിക്കൊണ്ടിരിക്കുന്നത്. ക്രൈറ്റീരിയ പൂർത്തിയാക്കുമ്പോൾ 440 ഇപ്പൊ 6500 എത്തിച്ചിട്ടുണ്ടെങ്കിൽ 162 കോടിയുടെ സ്വപ്നം സാഗർ സാർ നമ്മുടെ മുന്നിൽ വരച്ചു കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാനുള്ള ഒരു ആർജവത്തോട് കൂടിയിട്ട് സ്റ്റിക്ക് ഓൺ ചെയ്ത് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. ഡയറക്ട് സെല്ലിംഗിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുന്നവർക്ക് മാത്രമേ വിജയം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് അടിയുറച്ചു നിൽക്കുക. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് പുതിയ ടീം ക്രിയേറ്റ് ചെയ്യപ്പെടും. പുതിയ ആളുകളിലേക്ക് പോവുക, അവരെ ചേർത്ത് പിടിക്കുക. ചെറിയ പാക്കേജസ് ആണെങ്കിൽ ചെറിയ പാക്കേജസുകൾ നിങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി തയ്യാറാകുക. ഒരു ലക്ഷ്യബോധത്തോടു കൂടിയിട്ട് എനിക്കിത് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്ന ആത്മവിശ്വാസത്തോടു കൂടി പോകാൻ വേണ്ടി സാധിക്കും. വേറെ എന്ത് അവസരമുണ്ട് നമ്മളെ പോലുള്ള സാധാരണക്കാരന് ഇവിടെ രക്ഷപ്പെടാൻ? നിങ്ങൾ ആലോചിച്ച് നോക്കണം. നിങ്ങൾ ഒരു വീട്ടിൽ പോയിരുന്ന അവരോട് ചോദിക്കണം, നിങ്ങൾക്ക് ഈ പണി ചെയ്യുന്ന ജോലി കൊണ്ട് അല്ലെ, നിങ്ങൾ പോകുന്ന ഈ കൂലിപ്പണി കൊണ്ട് അല്ലെ, നിങ്ങൾക്ക് പോകുന്ന ചെറിയ ശമ്പളത്തിനുള്ള ജോലി കൊണ്ട് നിങ്ങളുടെ ഈ ആവശ്യങ്ങൾ നേടാൻ പറ്റുമോ? ഈ വാടക വീട്ടിൽ നിങ്ങൾക്ക് മാറണ്ടേ? മരണം വരെ ഈ വാടക വീട്ടിൽ കിടക്കാൻ പറ്റുമോ? സ്വന്തമായിട്ടൊരു വീട് വേണ്ടേ ഇല്ലേ? കുട്ടികളെ പഠിപ്പിക്കണ്ടേ? മക്കളുടെ വിദ്യാഭ്യാസം വേണ്ടേ? കുട്ടികളുടെ കല്യാണം കഴിക്കണ്ടേ? അതിനൊരു ഇൻകം, ഒരു അഡീഷണൽ ഇൻകം വേണ്ടേ? എന്താണ് മാർഗം? 1 രൂപ മുടക്കാതെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് ഇതിന്റെ കൂടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. നിരവധി ആളുകൾ അച്ചീവ് ചെയ്തിട്ടുണ്ടെന്നുള്ള വലിയൊരു സന്ദേശം അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അത് ഒച്ചത്തിൽ സംസാരിച്ച് അവരുടെ മനസ്സിലേക്ക് നിങ്ങളുടെ ആ ചോദ്യചിഹ്നങ്ങൾ അവരുടെ മനസ്സിലൊരു ചോദ്യചിഹ്നമായിട്ട് വരാൻ വേണ്ടി ഉയർത്താൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ ആ ശബ്ദത്തിന്റെ ഇടിമുഴക്കം ആ ഭിത്തികൾ ഇങ്ങനെ വരും അല്ലെ? ഭിത്തികളിൽ നിന്ന് വരണം. നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഓപ്ഷൻ? നിങ്ങൾ ഈ കടബാധ്യത തീർക്കാൻ എന്താണ് ഓപ്ഷൻ? നിങ്ങൾ മരണം വരെ വാടക വീട്ടിലാണോ താമസിക്കാൻ ഉദ്ദേശിക്കുന്നത്? ഈ കുട്ടികളെ നിങ്ങൾ എങ്ങനെ പഠിപ്പിക്കും? അതിനെ ഞാൻ നിങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നത്. അതിനാണ് ഞാൻ നിങ്ങളോട് ഈ അവസരം പറഞ്ഞത്. അതുകൊണ്ട് കൂടെ നിൽക്ക് എന്ന് പറഞ്ഞ ആ ശബ്ദം നിങ്ങൾ പോയി കഴിഞ്ഞതിന് ശേഷം അവരുടെ മനസ്സിൽ ഇടിമുഴക്കമായിട്ട് ഇങ്ങനെ ശബ്ദിക്കണം സുഹൃത്തുക്കളെ. അപ്പൊ നിങ്ങൾ അവർ വിളിക്കും 2 ദിവസം കഴിയുമ്പോൾ, സരിത ഒന്നിങ്ങോട്ട് വാ ഇല്ലേ, എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷപ്പെടണം. എത്ര കാലമായി ഇതും കൊണ്ട് ഞാൻ നടക്കണത് ഇല്ലേ? EMI അടച്ച് മുടിഞ്ഞു ഇല്ലേ? കുടുംബശ്രീ ലോൺ, മറ്റേ ലോൺ, ആ ലോൺ, ഈ ലോൺ. നമ്മൾ ജീവിക്കുന്നത് തന്നെ
തന്നെ ലോൺ അടക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? മലയാളികൾ പ്രത്യേകിച്ച് ലോൺ ഇവിടുന്ന് മേടിച്ച് അവിടെ കൊടുത്തു, അവിടുന്ന് മേടിച്ച് ഇവിടെ കൊടുത്തു. എന്നാ അവര് തമ്മിൽ മേടിച്ചാൽ പോരെ? അതിനെന്തിനാ നമ്മള് ഇല്ലേ? ഇവിടുന്ന് 10,000 മേടിച്ച് അവിടെ കൊണ്ട് കൊടുത്തു. പിന്നെ ഈ 10,000 കൊടുക്കാൻ എന്ത് വേണം? വേറെ ആളോട് 10,000 മേടിച്ച് അവിടെ കൊടുക്കണം. കാരണം നമുക്ക് കൃത്യസമയത്ത് കൊടുക്കണമല്ലോ. ഇങ്ങനെ അവിടെ ലോൺ അടക്കൽ, ഇവിടെ ലോൺ അടക്കൽ, ഇത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിനൊരു പര്യവസാനം എന്നുള്ള രീതിയിൽ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു അവസരം വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കണം. വലിയൊരു എന്താ പറയാ, ഒരു ആശ്രിതരായിട്ട് നിങ്ങളുടെ കൂടെ അവർ വരും, ഒരു സംശയം വേണ്ട. ആ കോൺഫിഡൻസ് കൊടുത്തുകൊണ്ട് ചെറിയ ചെറിയ ഇൻകങ്ങൾ, ഒരു ബൂസ്റ്റർ ബോണസ് വാങ്ങിച്ച് അവർ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർക്ക് ആവേശമുണ്ടാവും. സുഹൃത്തുക്കൾ അവർ കൂടെ ഇറങ്ങി വരും. അങ്ങനെ ഗ്രാമാന്തരങ്ങളിൽ ആളുകളെ നിങ്ങൾ ഇറക്കി കൊണ്ടുവന്ന് നോക്കൂ, ഒരു സംശയം വേണ്ട. ഇത്രയും വരുമാനം, ഇപ്പൊ 1 കോടി രൂപ, 1 കോടി രൂപ എന്ന സ്വപ്നം നിങ്ങൾ വെക്ക്. 1 കോടി രൂപ നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് നിങ്ങൾ സ്വപ്നം വെക്ക്. 1 കോടി രൂപ നമ്മുടെ ജീവിതത്തിൽ നേടണമെങ്കിൽ 50,000 രൂപ മാസം വരുമാനം കിട്ടിയാൽ 25,000 രൂപ അത്യാവശ്യം ഭക്ഷണം കഴിക്കണമല്ലോ അല്ലെ? ആ ചെലവ് 25,000 രൂപ ചെലവിലേക്ക് മാറ്റിയാൽ പോലും 25,000 രൂപ നിങ്ങൾക്ക് ഒരു മാസം സേവിങ് ചെയ്താൽ, ഒരു മാസം സേവ് ചെയ്താൽ, ഒരു മാസം 25,000 രൂപ സേവ് ചെയ്താൽ ഒരു വർഷം 3 ലക്ഷം ഉണ്ടാവുള്ളൂ. 33 വർഷം നിങ്ങൾ സേവ് ചെയ്താൽ 99 ലക്ഷം രൂപ ഉണ്ടാവുള്ളൂ. 33 വർഷം പണിയെടുക്കണം 1 കോടി രൂപ നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ. 25,000 രൂപ സേവ് ചെയ്യുന്ന കാര്യമാണ് പറയണം. 25,000 കിട്ടിയാൽ 25,000 സേവ് ചെയ്യാൻ പറ്റില്ല. പറ്റുമോ? മിനിമം ഒരു 50,000 എങ്കിലും കിട്ടണം. അപ്പൊ 25,000 രൂപ സേവ് ചെയ്താൽ പോലും 33 വർഷം പണിയെടുക്കണം. ഇവിടെ ഒരു 5 വർഷം നിങ്ങൾ വയട്ടോറിയത്തിന്റെ കൂടെ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ തയ്യാറുണ്ടെങ്കിൽ ഇല്ലേ, ഇത്രയും വർഷം അവസാനിക്കുന്ന അല്ലെ, ഇത്രയും വർഷം കഷ്ടപ്പെട്ട് നമ്മൾ നേടുന്നതിന്റെ എത്രയോ ഇരട്ടി കേവലം ഒരു 5 വർഷം കൊണ്ടെങ്കിലും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റും. അതുകൊണ്ട് കൂടെ വാ എന്ന് പറഞ്ഞ് അവരെ ഇറക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. പക്ഷെ ഇറങ്ങില്ല ആളുകൾ. എന്താണെന്ന് അറിയോ? നമ്മുടെ മനസ്സുകൾ ചങ്ങലക്കെട്ടുകൾക്കിട്ട് പൂട്ടിയിരിക്കുകയാണ്. സുഖം. ഞാൻ നിർത്താൻ പോവാണ്. കാരണം ഇറങ്ങില്ല. കാരണം ഈ സമൂഹത്തിൽ അങ്ങനെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അങ്ങോട്ട് നോക്കാൻ പാടില്ല, ഇവിടെ പോകാൻ പാടില്ല, മറ്റൊരു വർത്താനം പറയാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല അല്ലേ? അങ്ങനെ നമ്മുടെ മനസ്സിനെ ഇങ്ങനെ ചങ്ങലക്കെട്ട് പൂട്ടിയിരിക്കുക. അതുകൊണ്ട് ആരും ഇത് പൊട്ടിച്ച് പുറത്തേക്ക് വരില്ല. എത്ര പറഞ്ഞാലും അവർ വരില്ല. ചില ആളുകൾ മാത്രമേ വരുള്ളൂ അല്ലെ? ആനയുടെ കഥ നമുക്കെല്ലാം അറിയില്ലേ? ആനയെ നമ്മൾ എന്താ ചെയ്യുന്നത്? കാട്ടിലുള്ള അല്ലെ, സ്വതന്ത്രമായിട്ട് വിഹരിക്കുന്ന ആനയെ നമ്മൾ പിടിച്ചു കൊണ്ടുവരും അല്ലെ? പിടിച്ചു കൊണ്ടുവന്നിട്ട് ആന എന്താ ചെയ്യുന്നത്? ആനയെ നമ്മൾ ചങ്ങലക്കിടും അല്ലെ? ചെറിയ ആനയായിരിക്കും, അതിനെ ചങ്ങലക്കിട്ട് തോട്ടിയിട്ട് അതിനെ അടിച്ച് വലിച്ച് മാന്തി അതിനെ വേദനിപ്പിച്ച് അങ്ങോട്ട് നടക്കാനാണോ അങ്ങോട്ട്, ഇങ്ങോട്ട് ഇടത്താനാ വലത്താനാന്ന് പറയുമ്പോൾ വലത്തോട്ട് തിരി അതിനെ പഠിപ്പിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. ചെറിയൊരു ചങ്ങലയാണ്. ശരിക്കും ആഞ്ഞു വലിച്ച ആ ചങ്ങല പൊട്ടുവോ ഇല്ലയോ? ഉറപ്പായിട്ടും പൊട്ടും. പക്ഷെ അതിന്റെ ബുദ്ധിയെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു? കൂച്ചു വിലങ്ങിൽ ഇട്ടിരിക്കുകയാണ് മനുഷ്യൻ. എനിക്കത് വലിച്ചു പൊട്ടിച്ച് പോകാൻ പറ്റില്ല എന്ന് ആനയെ പഠിപ്പിച്ചിരിക്കുകയാണ്. അതുപോലെയാണ് നമ്മൾ ഇന്ന് ഈ സമൂഹത്തിൽ പലരും. ഡയറക്ട് സെല്ലിംഗ് ചെയ്യാൻ പാടില്ല, അതെന്തോ തട്ടിപ്പാണ്, ഇതെന്തോ തട്ടിപ്പാണ് അല്ലേ, അതെന്തോ മോശമാണ്, നമ്മുടെ സ്റ്റാൻഡേർഡിന് മോശമാണ് ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്നത്. ഇത് വേറെ ആളുടെ പോയി പറയേണ്ടതല്ലേ? അത് മോശമല്ലേ അല്ലേ? ഞാൻ എങ്ങനെ ഒരാളോട് സംസാരിക്കുക? ഇങ്ങനെയുള്ള ഒരു കൂച്ചു വിലങ്ങിന്റെ ഉള്ളിലാണ് നമ്മളുള്ളത് എന്റെ പൊന്നു സുഹൃത്തുക്കൾ. അങ്ങനെ ആനയെ ഇങ്ങനെ കൂച്ചു വിലങ്ങിലിട്ട് നമ്മൾ അമ്പലത്തിലും അല്ലെ പള്ളിയിലും പെരുന്നാളിനൊക്കെ കൊണ്ടുപോയി ഇതിനെ ഇങ്ങനെ എഴുന്നള്ളിച്ച് നടക്കും ഈ ആനയെ. ഒരു ദിവസം ആന എന്ത് ചെയ്യുന്നറിയോ? ആനക്ക് ബോധം വരുമ്പോ ആന ചങ്ങല കണ്ട് പൊട്ടിക്കും. അപ്പൊ നമ്മൾ പറയും ആനക്ക് ഭ്രാന്തളകി എന്ന് പറയും. പക്ഷെ ആനക്ക് ഭ്രാന്തല്ല ഇളകിയത്. ആന തിരിച്ചറിഞ്ഞിരിക്കുകയാണ് തന്റെ കഴിവും തന്റെ ശക്തിയെ കുറിച്ച്. ആനക്ക് തന്റെ ശക്തിയെ കുറിച്ച് തിരിഞ്ഞ ഒറ്റ വലിയ അങ്ങോട്ട് വലിച്ചപ്പോ ആ ചങ്ങല പൊട്ടിച്ച് പുറത്തേക്ക് വന്നിരിക്കുന്നു സുഹൃത്തുക്കളെ. അപ്പൊ ആനക്ക് ഭ്രാന്താണെന്ന് പറയും. അതുപോലെ ആനക്ക് ഭ്രാന്ത് എന്ന് പറയുന്നത് ആനക്ക് ഭ്രാന്തല്ല, അത് അതിന്റെ ശക്തി തിരിച്ചറിഞ്ഞതാണ്. അതുപോലെ നിങ്ങൾ ഈ ആളുകൾ ഭ്രാന്തന്മാരെന്ന് വിളിക്കട്ടെ. നിങ്ങൾ ആ ചങ്ങലകൾ പൊട്ടിച്ചെറിയുമ്പോൾ നിങ്ങളെയും ഭ്രാന്തന്മാരെന്ന് ചിലവർ വിളിക്കും. മനസ്സിലായ? അങ്ങനെ നിങ്ങളെയും ഭ്രാന്തന്മാരെന്ന് വിളിച്ചോട്ടെ. അങ്ങനെ ഭ്രാന്തായിട്ട് നിങ്ങൾ ഇതിനകത്ത് ഇറങ്ങി പുറപ്പെടണം. മനസ്സിലായില്ലേ? ഒരു ഭ്രാന്തന്റെ മാനസികാവസ്ഥയോട് കൂടിയിട്ട് ഇതിനകത്ത് ഇറങ്ങി പുറപ്പെടാൻ നിങ്ങൾക്ക് തയ്യാറുണ്ടെങ്കിൽ ആരുടെ മുമ്പിലും നമ്മുടെ സലീം കേക്ക് സംസാരിക്കും പോലെ എത്ര വലിയവന്റെ മുമ്പിലും, ഏത് ഡോക്ടറുടെ മുമ്പിലും, ഏത് എഞ്ചിനീയറുടെ മുമ്പിലും, ഏത് VVIPസിന്റെ മുമ്പിലും, ഏത് മന്ത്രിമാരുടെ മുമ്പിലും, ഏത് കലക്ടറുടെ മുമ്പിലും നമുക്ക് ഇരുന്ന് സംസാരിക്കാൻ പറ്റുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് ഈ ബോയട്ടോറിയത്തിന്റെ ഭാഗമാണ്, അതിശക്തമായ ഒരു കമ്പനിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആത്മാർത്ഥമായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ട് പോകാനുള്ള ആവേശവും മനസ്സും ഊർജവും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ. അതുകൊണ്ടാണ് നിങ്ങളുടെ ചങ്ങലക്കെട്ടുകളെല്ലാം വലിച്ച് പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് സമ്പത്തിന്റെ സമൃദ്ധിയുടെ ആവേശത്തിലേക്ക് നിങ്ങൾക്ക് കുതിച്ചുയരാൻ വേണ്ടി സാധിക്കട്ടെ. വലിയ ഒരു വിജയം നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിക്കട്ടെ. സ്റ്റാർട്ട് യുവർ സെൽഫ്, പുഷ് യുവർ സെൽഫ്. എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാകട്ടെ. ആത്മവിശ്വാസം പകരുന്ന രീതിയിൽ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കട്ടെ. അതിനുള്ള കഴിവും ആവേശവും ഊർജവും നിങ്ങൾക്ക് ദൈവം പ്രദാനം ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. ജയ് ഈ ബോയട്ടോറിയം.